സ്മരണയിലെ സഭയ്ക്ക് കൊടുത്ത വാഗ്ദത്തത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. We have been dealing with the promise that is given to the church of Smyrna. ആ വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് അവർ ജയാളികളായി തീരണമെന്ന് അവരെ ഓർപ്പിക്കുകയാണ്. It was reminded to them to inherit that promise they must become overcomers. അവർ ജയിക്കേണ്ടതായ വിഷയങ്ങളിൽ സാത്താൻ്റെ പള്ളിക്കാര് എന്ന ഒരു വാചകം കൂടി കർത്താവ് പറയുകയാണ്. Of the things that they had to overcome, we understand a statement that is added, the synagogues of Satan. അത് യഥാർത്ഥമെന്ന് തോന്നത്തക്കവണ്ണം യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരുടെ വേഷത്തിൽ അവർ ആരാധിക്കുകയും ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. While not Jews, they worship and serve pretending that they are Jews in disguise. അതുപോലെ ഇക്കാലത്തും വേഷപ്രച്ഛന്നനായി പ്രവർത്തിക്കുന്ന പിശാചിൻ്റെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിഞ്ഞ് നാം ജയാളികളായി തീർന്നാൽ സ്വർണ്ണസഭയ്ക്ക് വാഗ്ദത്തം ചെയ്ത പ്രതിഫലം നമുക്കും പ്രാപിക്കുവാൻ കഴിയും. In the same way, these days also we have to identify the devil who appears in disguise, and if we overcome him as the promise is given to the church of Smyrna, we can also become overcomers, and accordingly we can also inherit. സാത്താൻ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത വിധം ഏതെല്ലാം വേഷത്തിലും വിധത്തിലും മേഖലകളിലും പ്രവർത്തിക്കുന്നുവെന്ന് നാം ചുരുക്കമായി ചിന്തിച്ചു. So to such extent we could analyze as to the way in which the devil may take his form in disguise and walk in different forms and different arena and different angles. അവനെ ജയിക്കേണ്ടതിന് വേണ്ടി നാം ഏതെല്ലാം മുൻകരുതൽ എടുക്കണമെന്നും ചിന്തിക്കുന്നതിനിടയായി. In order to overcome him, what are the things that we need to be watchful had also been discussed. നാം സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ, When we purchase things, നാം പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നതിൽ, when we read the publications, ബിസിനസ് നടത്തുമ്പോൾ, when we do business, വീട് പണിയുമ്പോൾ, when we construct homes, വാഹനങ്ങൾ വാങ്ങുമ്പോൾ, when we buy vehicles, ഒരു സംഗീതം നാം ശ്രദ്ധിക്കുമ്പോൾ, when we listen to a music, സ്നേഹിതരെ നാം തിരഞ്ഞെടുക്കുമ്പോൾ, when we choose our friends, ആത്മീയ പ്രവർത്തനത്തിനായി നാം ഒരു സ്ഥലത്ത് പുതുതായി ചെല്ലുമ്പോൾ, when we pay visit a place in connection with the spiritual matters, ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നാം ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുമ്പോൾ, for official purpose as we approach officials, നമ്മുടെ യാത്രകളിൽ, in our journey, വാഹനത്തിൽ, vehicles, ഇതിലൊക്കെ നാം എടുക്കേണ്ടതായ മുൻകരുതലിനെ കുറിച്ച് ചിന്തിക്കുന്നതിനിടയായി. and all these things, what are the things that we need to be watchful had been discussed. ഈ കാലത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് TV. So TV is an electronic equipment that is vastly used these days. അതിൻ്റെ ഉപയോഗവും അതിനോടനുബന്ധിച്ച് പിശാച് അതേതെല്ലാം വിധത്തിൽ ലോകത്തിനും ദൈവജനത്തിനും ദോഷകരമാക്കി തീർക്കുന്നുവെന്നും നാം ചിന്തിപ്പാനിടയായി. Further, we could analyze as to what are the uses of TV and which angles the devil misuses on. He is instrumental in making the children of God commit sins. അതിനോടനുബന്ധിച്ച ഒരു കാര്യമാണ് ആത്മഹത്യ. Suicide is another factor that's also in connection with the same. ഈ കാലങ്ങളിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളുടെ ഉള്ളിൽ കാണപ്പെടുന്ന കഥകൾ, ചിത്രീകരണങ്ങൾ, TV, അതിൽ കാണുന്ന ദൃശ്യങ്ങൾ, അതിലെ ഫിലിമുകൾ, ഇതിൻ്റെ എല്ലാം സ്വാധീനം കൊണ്ട് ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചു വരികയാണ്. Stories in the publications, pictures in the publications, films, actions, characters in the movies, films and TVs. These things make a great influence into the lives of the people and which lead them unto commission of suicide. ഇവ മാത്രമല്ല, അതേ പരസ്യത്തിൻ്റെ സ്വാധീന നിമിത്തം മനുഷ്യൻ വരവിനേക്കാൾ കവിഞ്ഞ് ചെലവുള്ളവരായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കടഭാരത്തിലാകുന്നതിനാലും ആത്മഹത്യ വരികയാണ്. Moreover, due to the influence of advertisements, more than the income, man is very much infatuated to buy things than spending the same, and accordingly he becomes a great debtor. പ്രത്യേകാൽ കേരളീയർ ആഡംബര ജീവിതത്തിലൂടെയാണ് കടക്കാരായിട്ട് മാറുന്നത്. Particularly with regard to Keralites, through the luxurious life only they become bankrupt. പണമുള്ളവരുടെ ജീവിത നിലവാരം കണ്ട് ദുരഭിമാനികളായി പണമില്ലാത്തവരും പണമുള്ളവരെ പോലെ ചെലവഴിക്കുവാൻ തുടങ്ങും. Just looking at the life of the rich people,
There are some poor people who are also touched with vainglory, and they borrow money and they want to maintain the same life standard of the rich people. അന്ത്യകാലത്ത് ദുരാത്മാക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നത് കൊണ്ട് കുടുംബ തകർച്ചയും ആത്മഹത്യയുടെ നിരക്ക് കൂട്ടുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുകയാണ്. As the operation of evil spirits make a rampant impact in the last days, and it is this force that is make a great onslaught in the destruction of domestic relationships, which also ultimately lead into suicide. എല്ലാ മതങ്ങളും ആത്മഹത്യയെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. All religions discourage suicide. ആത്മഹത്യ ചെയ്യുന്നവൻ മോക്ഷത്തിൽ പോകുന്ന ഒരു മതഗ്രന്ഥങ്ങളും പറയുന്നില്ല. No religion subscribes that he who commits suicide can go to heaven. എങ്കിലും ഇന്ന് മനുഷ്യരെ ഈ ഒരു പ്രത്യേകമായ ദുരന്തത്തിലേക്ക് സാത്താൻ നയിച്ചുകൊണ്ടിരിക്കുന്നു. But still the devil is leading human beings to such a great disaster. നിസ്സാര കാരണങ്ങൾ നിമിത്തം ആത്മഹത്യ ചെയ്യുവാൻ രക്ഷിക്കപ്പെടാത്തവരെ മാത്രമല്ല രക്ഷിക്കപ്പെട്ടവരെയും കൂടെ പിശാച് ഹൃദയം കഠിനപ്പെടുത്തുകയാണ്. Even the devil is making people hard-hearted, not only the believers, even the unbelievers, and accordingly they are also preparing themselves to commit suicide. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഇതരുത് എന്ന് പറയേണ്ട ആവശ്യമില്ലെങ്കിലും കൂടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഒരു കാരണവശാലും ആത്മഹത്യ ഒരു പോംവഴിയാണെന്ന് ഒരു തലമുടി വണ്ണം പോലും ചിന്ത ആർക്കും ഉണ്ടാകരുത്. To this congregation, I need not actually say that you should not commit this suicide. However, let me use the opportunity to say, because when problems engulf your life in a weak moment, do not have even the minor infinitesimal thoughts that a suicide is a solution for your life. ആത്മഹത്യ മൂലമുള്ള സാമൂഹ്യപരമായും ആത്മീയ സംബന്ധമായിട്ടുള്ള ദൂരവ്യാപക ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സവിസ്തരമായി സംസാരിക്കുന്നില്ല. So we can find the consequences which are really catastrophic in the near and far off things which result because of suicide. I'm not willing to speak of the same now. എങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളതായ ഒരു ഒളിച്ചോട്ടം ആത്മഹത്യയിലൂടെ നടത്തി കാര്യങ്ങൾ പരിഹരിക്കാമെന്ന വ്യാമോഹം ഈ കാലങ്ങളിൽ പിശാച് കൊടുത്ത് അനേകരെ എത്രയും വേഗത്തിൽ അവൻ്റെ വീട്ടിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ കരുതലുള്ളവരായിരിക്കണം. However, the devil is giving people the thought that suicide is a sole remedy for all the problems. From all the problems they can have an escapism, and accordingly they find asylum of the same. Therefore, these days you need to be highly watchful concerning the same device of the devil. അടുത്തതാണ് കമ്പ്യൂട്ടർ. The next equipment is computer. അതെ, വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതും അത്യന്തം അപകടകാരിയുമായ ഒന്നാണ് കമ്പ്യൂട്ടർ. That is something that is to be handled with a great care, and that is highly dangerous too. ബുദ്ധിയുള്ള മനുഷ്യൻ മാനവരാശിയുടെ പ്രയോജനത്തിനായി കണ്ടുപിടിച്ച അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ഒരു കുതിച്ചുചാട്ടമാണ് കമ്പ്യൂട്ടർ. So this computer is nothing but another leaping step of the inventions of science. The man who had invented the same did this only for benevolent purpose. നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി മനുഷ്യൻ ഏത് നല്ല കാര്യം കണ്ടുപിടിച്ചാലും ഉടൻ സാത്താൻ ചാടി വീണിട്ട് തൻ്റെ പ്രവർത്തനത്തിന് അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഉടനെ ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ്. What all is invented or founded by man for a benevolent purpose, the devil all of a sudden he is also making all attempts to use it for his own purpose, that is for malevolence. ടി വിയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ കമ്പ്യൂട്ടറും സാത്താൻ്റെ മുഖ്യ ആയുധമായി അല്ല ആയുധശാലയാക്കി മാറ്റിയിരിക്കുന്നു. As in the case of TV, now this computer has also become the ultimate barracks of the devil. ഇന്റർനെറ്റിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾ സാത്താൻ നെറ്റിലായി തീർന്നിരിക്കുകയാണ്. Through internet, millions of people have been victimized to the conspiracy of the devil. ഈ നെറ്റിൽ കുടുങ്ങിയിരിക്കുന്നത് മുഖ്യ പങ്കും യുവാക്കളും യുവതികളും. Most part of the people who are stranded in the net is youngsters. ആധുനിക കമ്പ്യൂട്ടറിൻ്റെ ആവിർഭാവവും അതിൻ്റെ അസംഖ്യം ദുരുപയോഗവും നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രം മതി കർത്താവിൻ്റെ വരവ് എത്രയും അടുത്തെന്ന് ഗ്രഹിക്കുവാൻ. When we observe the use of the modern computer and the misuse of the same, we understand that the coming of the Lord is very nigh. കമ്പ്യൂട്ടറിലൂടെ ഇന്ന് സകല മനുഷ്യരെയും ഒന്നുപോലെ സാത്താൻ
പരമാവധി മലിനപ്പെടുത്തിയിരിക്കുന്നു. Through a computer, to the most possible level, the devil has corrupted or rather than polluted people. ഇതിലധികം മനുഷ്യ മനസ്സുകളെ മലിനപ്പെടുത്തുവാൻ പിശാചിന് വേറെ ഒരു ആയുധവും മാധ്യമവും ഉപയോഗിക്കാനില്ല. അത്ര മോശമാണ് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും. The devil does not have to employ a more formidable weapon than this one. To such a vast extent, the internet and computer had created great havoc into the morality of human beings. കമ്പ്യൂട്ടറിലെ വിവിധ വെബ്സൈറ്റുകൾ അത് ഇന്ന് യുവതലമുറയെ വളരെയേറെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. The different websites of computer are taking the younger generation to untoward ways today. ഇന്ന് ഈ ഉപകരണം മാറ്റിവെച്ച് ഒരു ജീവിതം അസാധ്യം എന്ന നിലയിലേക്ക് ജനം വന്നിരിക്കുകയാണ്. So it has become an indispensable part of life and we cannot imagine life without this. അതുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കാം, പക്ഷേ അത് ഒരു കാരണവശാലും നിങ്ങളെയോ നിങ്ങളുടെ തലമുറയോ നശിപ്പിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊള്ളണം. Sometimes you may have a piece of computer at your home, but you have to make sure that it's not harming you or your generation. അതെ, എല്ലാവരും കാണത്തക്ക ഒരു സ്ഥലത്തല്ലാതെ അത് സ്വകാര്യമായി ഉപയോഗിക്കത്തക്കവണ്ണം ഒരു കാരണവശാലും ഒരു മുറിയിൽ അത് വയ്ക്കരുത്. You have to install that in a place that is visible to all. Do not keep it confidentially to some corner of a secret room. നിങ്ങളുടെ മക്കൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങി ആ മാലിന്യ തടാകത്തിൽ മുങ്ങി മരിക്കാതിരിക്കുവാൻ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും അതിന്മേലും അവരുടെ ഉപയോഗിക്കുന്നതിന് മേലും ഉണ്ടായിരിക്കണം. Your eyes must be watchful and you have to observe your children always, lest they should plunge into the upheaval of the pollutions of this computer. They may get plunged into the lake of this abomination. വളരെ നിർദോഷമായി തോന്നാവുന്ന ഒന്നാണ് കമ്പ്യൂട്ടർ ഗെയിംസ്. Computer games is something that may seem to be harmless. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ ഗെയിംസ് ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ പിശാച് കടക്കുവാൻ ഇടയാക്കുന്നു. But today, even for younger children, the devil is using these computer games to inject sin into them. കമ്പ്യൂട്ടർ ഗെയിംസ് ഏറിയ പങ്കും കുട്ടികളിൽ കുറ്റവാസന ഉളവാക്കിയെടുക്കുകയാണ്. To the lion's share, the computer games prepare the sense or the taste for crime into young minds. അതിൽ പലതും പാമ്പ് കൊണ്ടുള്ള കളി, and most of which are the games with regard or with the help of snakes. വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടിച്ച് പോയി ഇടിച്ചു തകരുന്ന കളികൾ. So the games that have the rash driving and getting crashed. സൂപ്പർമാൻ്റെ വേഷത്തിൽ ഇടിയും ആക്രമവും വെടിയും ഒക്കെ. Collision, theatrics, bombardment in the form of Superman. പിന്നെ തോക്കുകൊണ്ടുള്ളതായ കളി. And after games with the help of guns. ഇതിനകം മനസ്സിലായല്ലോ, ഇത് നിരന്തരം കളിച്ചാൽ ഒരു ചെറിയ കുട്ടിയുടെ മനസ്സ് എന്തായി മാറും. From this you understand, suppose a child permanently plays this one, and what will be its temperament and motive. വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുങ്ങൾ കടലാസ് കൊണ്ട് കളിവെള്ളം ഉണ്ടാക്കി കളിച്ചു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് തോക്ക് കേവലം ഒരു കളിവസ്തു പോലെയായി തോന്നുകയാണ്. Years ago, children made paper boats as a toys. Today, guns have become toys to the children. ഇന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നതോ വേറൊരാളെ കൊല്ലുന്നതോ അവൻ്റെ രക്തം കാണുന്നതോ മുറിപ്പെടുത്തുന്നതോ ഒരു രസമായി തോന്നുന്ന നിലയിലേക്ക് ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലും താണുപോയിരിക്കുന്നു. Persecuting a man, wounding a man, killing a man, shedding blood, and that seems to be a jovial sport even for the younger generation today. ഇങ്ങനെ കമ്പ്യൂട്ടർ ഗെയിംസിൻ്റെ ദൂഷ്യഫലം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. There's more than ever thought. Dangerous are the consequences of computer games. കഴിയുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതില്ലാതെ വളർത്താൻ നോക്കുക. If possible, try to bring up your children without giving the help of the computer. അഥവാ അങ്ങനെയുള്ള ഗെയിംസ് കൊടുത്താൽ തന്നെ നിങ്ങൾ തന്നെ അത് ഇട്ട് നോക്കി ദോഷകരമായി വാദിക്കാത്തതാണെങ്കിൽ അത് മാത്രം അവർക്ക് കൊടുക്കുക. അല്ലാത്തത് അവർ തന്നെ തേടി പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ തടയുകയും ചെയ്യുക. If at all you give those games just to hear preaching of the same, and if it is you are convinced that it is harmless, then you could do the same. Otherwise, they will go in search of the things they will bring and they will corrupt themselves. ഇത് കൂടാതെ കലാലയങ്ങളിലും അതുപോലെ ഹോസ്റ്റലിലൊക്കെ പൈശാചികമായ പലവിധ കാര്യങ്ങൾ ഇന്ന് കുട്ടികളുടെ ഇടയിൽ സാധാരണമായിരിക്കുന്നു. Besides, in education institutions and hostels, and again, many things are used in the midst of the youngsters
which may also devilish. ഓജോ ബോർഡ് അത് ഈ കാലങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ്. Ojo board is something that is normally used these days. ഞാൻ അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് വിശദമായി കേട്ടത്, ആ പേര് കണ്ടിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. Actually, I heard the name, but I didn't know what it was. Recently only, I happened to know of the same. ഈ സഭയിലെ തന്നെ ഒരു വിദ്യാർത്ഥി എന്നോട് ഈ വിഷയം പറഞ്ഞു തന്നു. A student belonged to our own congregation explained everything to me. റൂമിലെ സകല വെളിച്ചവും അണച്ചതിന് ശേഷം അത് ഒരു ചതുര ബോർഡ് വയ്ക്കുന്നു. After putting off all the lights in the room, a square board will be kept. പിന്നീട് അതിൻ്റെ ബോർഡിൻ്റെ നടുക്ക് ഒരു വൃത്തമുണ്ട്, അതിനേക്കാൾ ചെറിയൊരു വൃത്തമുണ്ട്, അവിടെ ഒരു നാണയം വയ്ക്കുന്നു. In the middle of that board, there is a circle in which a small one, it is at the center, a coin will be kept. അതിൻ്റെ അടുത്തും വലത്തും ഒന്നെങ്കിൽ 1, 2 എന്ന സംഖ്യകളോ അല്ലെങ്കിൽ A to Z എന്ന ആൽഫബറ്റ്സോ അവർ വയ്ക്കുന്നു. Left or right, sometimes the numbers 1, 2 are the letters of the alphabet ABC will be arranged. അതിനുശേഷമായി അതിൽ കളിക്കുന്നവർ വിരലിന്മേൽ വിരൽ വെച്ചതിന് ശേഷം ഓ ഈവിൾ സ്പിരിറ്റ് പ്ലീസ് കം എന്ന് വിളിക്കുകയാണ്. After which the people who play the same keep your fingers one upon another, and they will say, "Oh, evil spirit, come upon us." അപ്പോൾ ഏതോ ഒരു ശക്തി വന്ന് അവരുടെ വിരലുകളെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ അനുഭവപ്പെടും. So they feel as if some power was coming and dragging them away. ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഈവിൾ സ്പിരിറ്റിനെ വിളിച്ചു വരുത്തി ഈ ബോർഡ് കളിക്കുന്നത്. So asking one question, for the riddle they want an answer. To get the response only, they bring this or summon the evil spirit. ഈ വിരലുകളെ വലിച്ചുകൊണ്ട് പോയി ഓരോ അക്ഷരങ്ങളിൽ ഓരോ പ്രാവശ്യവും കൊണ്ടുപോകുമ്പോൾ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിന് മറുപടി കിട്ടും. So the finger is drawn and that is kept letter after letter or number after number, and collectively when we read, the answer is arrived at. ഉദാഹരണമായി അത് സന്തോഷ് മാധവൻ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ? For instance, whether Santosh Madhavan will be condemned or not. അതിന് yes or no അവിടെ കിട്ടിയിരിക്കുമെന്ന്. So yes or no will be given there. അഭയായെ കൊന്നതാണോ അതോ സ്വാഭാവിക മരണമോ? yes or no കിട്ടുമെന്ന്. Sister Abhay, whether she was murdered or it was a natural death, yes or no answer will be given. പ്രത്യേകിച്ച് കുട്ടികൾ അവർക്ക് പരീക്ഷാഫലം, മാർക്ക്, ജോലി, ക്യാമ്പസ് സെലക്ഷൻ, അങ്ങനെ അവരോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ പൈശാചിക ശക്തി വിളിച്ചു വരുത്തി ചോദിച്ച് മറുപടി വാങ്ങുന്നു പോലും. Importantly, students engaged in this process not know their examination results, their ranking systems, the campus selection with regard to their future, and for which they summon the evil spirit and get the answers. ഇതെല്ലാം കഴിഞ്ഞ ഈവിൾ സ്പിരിറ്റിനോട് പോകാൻ ആവശ്യപ്പെട്ട് അതിനെ മാന്യമായി പറഞ്ഞു വിട്ട് വേണം കളി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ആ ശക്തി മുറിക്കകത്ത് വന്ന് ശല്യം ചെയ്യും. After these things, in a very honorable way, they have to send it to farewell, otherwise that will remain in the room and disturb them. പത്രങ്ങളിൽ നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ടല്ലോ, ഓജോ ബോർഡ് കളിക്കാനുള്ള പരിശീലനം കൊടുക്കാമെന്ന്. So in papers we found advertisement, training shall be imparted to students to play ojo boards. ഇങ്ങനെ ഈ ഇന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെ എല്ലാ മേഖലകളിലും പൈശാചിക സേവയോട് ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും ഇന്ന് മനുഷ്യരുടെ ഇടയിൽ സാധാരണമായി തീർന്നിരിക്കുന്നു. In India and abroad, many games, many things got affiliated to satanic worship. പല വേഷത്തിലും പല വിധത്തിലും പിശാച് പരമാവധി ആളുകളെ തൻ്റെ വലയിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. In different forms and different pictures, the devil is alluring many people and meshing them into his custody. സാത്താനോട് എന്തിനിങ്ങനെ എന്നൊരു ചോദ്യം എന്ത് മറുപടി പറയുമെന്നറിയാമോ? Suppose we ask the devil, why do you so? You know what is a airplane? ഞാൻ ഒരു കാലത്ത് സ്വർഗത്തിലായിരുന്നു. Once upon a time, I was in heaven. ആ ദൈവം എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി. The God had kicked me out. I was dethroned. ഇനി എനിക്ക് നരകമാണ് വിധിച്ചിരിക്കുന്നത്. And I am subjected to undergo hell. ഞാൻ ഒടുവിൽ അവിടേക്ക് പോകേണ്ടി വരും. Finally, I may have to go there. പക്ഷേ ആ നരകത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ഒരിക്കലും തയ്യാറല്ല. But I am never prepared to go to that hell all alone. ആ ദൈവം എന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി നരകത്തിലേക്ക് വിടുമ്പോൾ
പരമാവധി ആളുകളെ കൊണ്ട് ഞാൻ നരകത്തിൽ പോകുന്നു, അതിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും സാത്താൻ്റെ മറുപടി. When God casts me out and leads me unto hell, I'm not willing to go alone. I would like to drag with me to the most possible level, the greatest number of souls. അതുകൊണ്ടാണ് മറുഭാഗത്ത് ദൈവവും പരിശുദ്ധാത്മാവും ദൈവജനങ്ങളും പരമാവധി ആളുകളെ സാത്താനോടുകൂടെ നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സുവിശേഷം കൊണ്ട് അനവരതം പ്രവർത്തിക്കുന്നത്. That's why on the counter side, God, the Holy Spirit, gospel, and through the saints, the Lord is making all his attempts to draw many people unto heaven or block their way to hell. മറ്റൊന്ന് സെൽഫോൺ. The another equipment is cell phone. ഇത്ര പ്രയോജനപ്രദമായ ഒരു ഒരു ഉപകരണം വേറെ ഇല്ല. Such a highly useful device might not have been there. എന്ത് ചെയ്യാം, അതും സാത്താന്റെ കയ്യിലായി. Allows to add the tragedy, that's also an equipment in the hand of the devil. പിശാച് വളരെ ശക്തിയായി ഉപയോഗിക്കുന്ന ആയുധമായി തീർന്നിരിക്കുകയാണ് സെൽഫോൺ. Cell phone has become a device that is utilized by the devil in the most useful way. തുടക്കത്തിൽ ഏത് സ്ഥലത്തു നിന്ന് ആരെയും സൗകര്യപ്രദമായി ഫോൺ ചെയ്യാവുന്ന കൊണ്ടു നടക്കാവുന്ന ഒരു ഉപകരണം എന്ന നിലയിൽ അത് ഒരു വൻപിച്ച വിജയമായിരുന്നു. Initially that proved to be a great success, a gadget that was highly useful to contact anybody from any corner of the world. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഈ സെൽഫോൺ ഒരു ശാപമായി തീർന്നിരിക്കുകയാണ്. Without my telling you, know, this cell phone has become a subject of curse. ഈ ഒരേ ഒരു ഉപകരണം കൊണ്ട് ആയിരം യുവജനങ്ങൾ ഇന്ന് നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങോട്ടുള്ളതായ പാതയിലാണ് ഇന്ന് അതിനേക്കാളേറെ. This same gadget, thousands of youngsters are moving into hell, and even worse are the situation of some people of God. മൊബൈൽ ഫോൺ വന്നതോടുകൂടെ എല്ലാ വേലുകളും വേലിക്കെട്ടുകളും തകർന്നു. അധാർമികത ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. Following the introduction of mobile phones, all the barricades of morality got crumbled, and today immorality is growing by leaps and bounds. ഏത് സ്ഥലത്ത് വെച്ചും രഹസ്യമായി ആരോട് എന്തും സംസാരിക്കാവുന്നൊരു സ്വാതന്ത്ര്യം വന്നതോടുകൂടെ അത് യുവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കും വളരെ ദോഷമായി മാറിയിരിക്കുന്നു. As people got the freedom that from anyone, anything can be talking to anyone, and now that has influenced youngsters to the highest possible level. ആ ഉപകരണത്തില് സൗകര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. Even in for the same device, the conveniences, amenities are today multiplying. ഇപ്പോൾ ഈ ചെറിയ സെൽഫോണിലൂടെ ടിവിയും കാണാം, ഇന്റർനെറ്റ് ഉപയോഗിക്കാം വന്നതോടുകൂടെ അതിൻ്റെ പരമാവധി ദോഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. Today, through this device, cell phone, you can see movie, you can use this internet, and therefore that is reached its climax. ഇപ്പോൾ GPS കൂടെ വന്നതോടുകൂടെ ഒരു വ്യക്തി എവിടെ നിൽക്കുന്നു, എവിടെയായിരിക്കുന്നു കൃത്യമായി അറിഞ്ഞിട്ട് അത് കുറ്റകൃത്യങ്ങൾക്കും അധാർമികർക്കും കൂടുതൽ ഉപയോഗിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. So following the introduction of TPS, now you can understand, you can locate a person, recognize the person, you can detect crimes as well. വീഡിയോ ഫോൺ എന്ന ഒരു സൗകര്യവും കൂടെ ഇപ്പോൾ അതിൽ വന്നതോടുകൂടെ ഇനി നാശത്തിലേക്ക് ഇനി വേറൊരു വഴിയും വേണ്ട എന്നായിരിക്കും. Another facility, video phone is also added to the same device, and therefore man is not need of something more to worsen himself. ഈ ലോകത്തിൻ്റെ ഈ മൂലയിലും അങ്ങേ മൂലയിലും ഇരിക്കുന്നവർക്ക് ഏത് നിമിഷവും ഏത് നിലയിലും മനസ്സിലായി കാണുമല്ലോ, അന്യോന്യം കാണാനും സംസാരിക്കാനും കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നതോടുകൂടെ ലോകത്തിന്റെ കടിഞ്ഞാണെല്ലാം വിട്ടുപോയിരിക്കും. A person who is at one corner of the world and another person who is at another quarter of the world can see him in any angle that he desires in such a vulnerable fashion, and this has become a center. ഇനി കർത്താവിന്റെ വരവിന് മുൻപായി സാത്താൻ എന്തെല്ലാം നൂതന ആയുധങ്ങളുമായി അവതരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. Before the coming of the Lord, what are the sophisticated modern inventions or the devices that the devil is going to introduce cannot be predicted. നമുക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, ഇതിൻ്റെ എല്ലാ ഉപയോഗം നിയന്ത്രിക്കുകയും നമ്മുടെ അറിവില്ലാത്ത തലമുറ പിശാചനാൽ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ നമ്മളാൽ കഴിയും മുൻകരുതൽ എടുക്കുകയും എല്ലാവരും ഉപരി പ്രാർത്ഥിക്കുകയും ചെയ്യുക. We can simply do one thing only, that is, we can curtail ourselves, our generation, to use these things, and what are the things that we use, we can have control over them. Above all,
we can pray unto the Lord, preserve our life and holiness. അല്ല, ഈ തലമുറയൊരു അവബോധം വരുത്താമെന്ന് ശ്രമിച്ചാൽ അവർ തിരിഞ്ഞെന്ന് പറയും, അപ്പൻ അറിഞ്ഞുകൂടാ, അമ്മയ്ക്ക് ഒന്നും അറിയാൻ വയ്യ എന്ന് പറയും. If you make an attempt to make aware of this younger generation, they will say, Father doesn't know anything with regard to mother, she is a dullard. അനേക കുഞ്ഞുങ്ങളും അപ്പനേക്കാൾ അമ്മയെക്കാളും അറിയാം എന്ന് അഭിമാനിക്കുന്നവരായി അവകാശപ്പെടുന്നവരായി തീർന്നിരിക്കുകയാണ്. Many children today have come to a status where they claim they know more than their own parents. അടുത്തതായി പിശാച് ഉപയോഗിക്കുന്നത് പണം. The next mode that's used by the devil is money. പണം വളരെയധികം വാരിയെറിഞ്ഞ് ഇന്ന് പിശാച് ലോകത്തെ നശിപ്പിക്കുകയാണ്. Spending money lavishly, the devil is today destroying the world. പണപ്പെരുക്കം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതം മാത്രമല്ല, പൈശാചിക നിർമ്മിതം കൂടാണ്. Inflation is not coined by human being, and the devil too has his own contribution in the terminology. ലോകത്തിൽ വിനിമയം ചെയ്യുന്ന പണത്തിൽ മുഖ്യ പങ്കും പിശാച് തന്നെ വിതരണം ചെയ്യുന്നവയാണ്. The major part of the currency that is in operation in the world that is being controlled by the devil. അഴിമതിയുടെയും തിന്മയുടെയും അധാർമികതയുടെയും കറപറ്റാത്ത കറൻസികൾ ഇന്ന് സമൂഹത്തിൽ വളരെ ചുരുക്കമാണ്. Today in the society, only very few currencies are available which are unstinted by the blood, bribe, corruption. കൂടാതെ പണത്തെ നേരിട്ട് ദുരാത്മാക്കൾ സന്നിവേശിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. Again, this evil spirit is just influence people through this money, and that is distributed to people. ദൈവമക്കൾ അങ്ങനെയുള്ളതായ പണം ആരെങ്കിലും കൈപ്പറ്റുമ്പോൾ ആ കൈപ്പറ്റ വ്യക്തിയിലേക്ക് ആ ദുരാത്മാവും പ്രവേശിക്കുകയാണ്. When somebody receives that money, the evil spirit that is in it is coming into this person. ഈ വിധത്തിൽ കുടുങ്ങുന്നത് ദ്രവ്യാഗ്രഹികൾ. Only covetous people are trapped in such a way. ഏത് മാർഗത്തിൽ നിന്നായാലും ഏത് വ്യക്തിയിൽ നിന്നായാലും പണം മതി ചിന്തിക്കുന്നവർ ഇതിൽ കുടുങ്ങും. What may be the source of income, there are some people who are thirsty after money, and they'll be trapped in this mesh. ലോകമനുഷ്യർ മാത്രമല്ല, വിശ്വാസികളും കുടുങ്ങും, സഭാ ശുശ്രൂഷകരും ഏറെ കുടുങ്ങും. Not only worldly people, even believers and even some of the workers will be trapped. വിശ്വാസികളോ ശുശ്രൂഷകരോ ദൈവമല്ലാത്തൊരു പണം എൻ്റെ കൈകൊണ്ട് തൊടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വഞ്ചനയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയുള്ളൂ. Believers or workers, if you make sure that this money is only according to the will of God, or if you make sure I will not touch the money that is not according to the will of God, only will be delivered from this device. പ്രമാണം വിട്ട് നടക്കവരിൽ നിന്ന് കാണിക്ക സ്വീകരിക്കരുത്. Do not accept offering from the people who are going out to the law. തിരുവെടുത്ത് വ്യക്തമായി പറയുന്നു, ആദ്യ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പുരുഷനോടുകൂടെ ജീവിക്കുന്ന സ്ത്രീയും ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയോട് ജീവിക്കുന്ന പുരുഷനും വ്യഭിചാരം ചെയ്യുന്നു. The word of God very clearly says that when the first husband is alive, when a woman lives with another man, when the first wife is alive, a man who lives with another woman, they commit adultery. 50th സങ്കീർത്തനത്തിൽ പറയുന്നു, നീ വ്യഭിചാരികളോട് പങ്കു കൂടുന്നു. In the 50th Psalm we read, thou hast got part with adulteress. അങ്ങനെയുള്ളവരിൽ നിന്ന് പണമോ സാധന സാമഗ്രികളോ നാം ഗിഫ്റ്റായിട്ട് ഓഫറിംഗ് ആയി സ്വീകരിക്കുമ്പോൾ അവർ ചെയ്യുന്ന അധാർമികത്വത്തിന് നമ്മൾ പങ്കുകൂടുകയാണ്. When we get money, when we receive their own gifts, and indirectly or directly we are also partakers of the crime or immorality that they commit on their part. ആര് കാണിക്കു കൊടുത്താലും കൈനീട്ടി വാങ്ങിക്കുന്ന ഒരു പറ്റം സുവിശേഷ പ്രവർത്തകരെ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞ ദൈവനാമം നാൾക്കുനാൾ ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The present world is filled with a band of gospel workers who extend their arm to and receive any money that is given in the form of offering, and thereby the name of God is today completely dishonored. ഇങ്ങനെയുള്ള ഒരു തിന്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് കാണിക്ക വാങ്ങിക്കരുതെന്ന് ഒരു പാസ്റ്ററോട് നടത്തിപ്പുകാർ പറഞ്ഞു. Once our leaders told a pastor that you should not accept money that comes through such source. എന്നാൽ തനിക്ക് ആ വാക്കനുസരിക്കാൻ ചില സാഹചര്യവശാൽ ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ട് തുടർന്നും ആ തെറ്റായി ജീവിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാണിക്ക വാങ്ങി. But because of the state circumstances, and he did obey the same, so he received money from the person who was not disciplined. അബദ്ധവശാൽ വന്നതല്ല, മനഃപൂർവ്വമായി വന്നതും നടത്തിപ്പുകാരെ വ്യക്തമായി പറഞ്ഞിട്ടും ലംഘിച്ചതായതുകൊണ്ടാവാം ആ വ്യക്തിക്ക് വെള്ളപ്പാണ്ടുണ്ടായി. It did not take place accidentally, but he, while he transgressed the strict direction of the workers,
he received money from that underwear source, and therefore that man was afflicted with the smudges of white skin. പണം വാങ്ങരുതെന്ന് ദൈവം പറഞ്ഞ വ്യക്തിയിൽ നിന്നും ഞാൻ പണം വാങ്ങിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ ശരീരത്തിൽ പാണ്ട് വന്നതെന്ന് ആ ദൈവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടു. And I heard that him saying that I was afflicted with this white leprosy as I had transgressed the direction of my leaders. ചുരുക്കത്തിൽ പണവും കൊണ്ടും പിശാച് ഇന്ന് അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. Simply speaking, even through money, the devil is deceiving many people. ദൈവമക്കളെ സൂക്ഷിക്കുക, ശുശ്രൂഷകരും സൂക്ഷിക്കുക, കിട്ടുന്നിടത്തെന്നെല്ലാം കൈനീട്ടി വാങ്ങാൻ പോകരുത്. Beloved believers, beloved workers of God, be watchful. Do not receive money from any quarter that comes unto you. എവിടുന്ന് പണം നാം കൈപ്പറ്റേണ്ടി വന്നാലും ഭയത്തോടും വിറയലോടും പ്രാർത്ഥനയോടും വിവേചനത്തോടും മാത്രം ചെയ്യുക. From wherever we may have to accept money, with the fear, with the trembling, with the prayer, accept that amount. അടുത്തതായിട്ട് സഭയ്ക്കുള്ളിൽ പിശാച് പ്രവർത്തിക്കുമ്പോൾ നാം എങ്ങനെയെല്ലാം മുൻകരുതലുള്ളവരായിരിക്കണം. Further, when the devil is working within the church, in what are the angles we must be preventive. സഭയ്ക്കുള്ളിൽ പിശാച് പ്രവർത്തിക്കുന്ന ഒന്ന് പുതിയ ആത്മാക്കൾ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടാണ്. The devil is making attempts to drag the new souls and to backsliding. അതിനെക്കുറിച്ച് ചില വിശദീകരണം ഞാൻ മുമ്പ് തന്നതുകൊണ്ട് ഇനിയും വിശദീകരിക്കുന്നില്ല. As already I had extended some explanations regarding this topic, I am not willing to repeat. ഒരു വ്യക്തി പുതുതായി ക്രിസ്തുവിനെ പിൻപറ്റി ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ വന്ന ആത്മീയവിധം തുടങ്ങുമ്പോൾ അവനെ പിന്മാറ്റത്തെ കൊണ്ടുപോകുവാൻ പിശാച് തുടക്കത്തിൽ കഠിന ശ്രമം നടത്തും. When a person repents, accepts the Lord as his Savior, and comes to a new life, as he starts doing his spiritual life, initially the devil will make all attempts to take him into hard-heartedness. ചിലപ്പോൾ സ്വപ്നങ്ങളും ദർശനങ്ങളിലൂടെയൊക്കെ അവനെ വിരട്ടാനും അരട്ടാനും തുടങ്ങും. Sometimes through dreams and visions he may attempt to intimidate and threaten him. ആ വ്യക്തി വിശ്വാസം പിന്മാറ്റി കളയേണ്ടതിന് വേണ്ടി പ്രവർത്തിപ്പാനായി പലരെയും എഴുന്നേൽപ്പിക്കും. അത് അന്യരാകാം, ചിലപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളാകാം, ചിലർ വിശ്വാസികളാകാം, ചിലർ ശുശ്രൂഷകരുമാകാം. In order to put him into the fallen state, sometimes he may use people as instruments, sometimes believers, sometimes non-believers, sometimes even workers. ഇങ്ങനെ ആരിൽ കൂടെയെല്ലാം ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിച്ചിട്ടും പിന്മാറുകയില്ല എന്ന് ഉറച്ചു നിൽക്കുമെങ്കിൽ സാത്താൻ വിട്ടുപോകുക തന്നെ ചെയ്യും. In spite of his repeated attempts, if the devil fails then and the person stands firm in his decision, the devil will withdraw. അയ്യോ, ഒരു തരത്തിൽ വേറെ തരത്തിൽ ഈ പിശാചിനെ വെറുതെ വിടുന്നില്ലല്ലോ, ഇങ്ങനെ ആയാൽ ഞാൻ എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞ് ഒരാൾ ഭയപ്പെടുകയല്ല വേണ്ടത്, അധൈര്യപ്പെടുകയല്ല വേണ്ടത്, സാത്താനുമായി കോംപ്രമൈസ് ചെയ്യല്ല വേണ്ടത്, പഴയ വസ്ത്രയ്ക്ക് മടക്കി പോകല്ല വേണ്ടത്, ഉറച്ചു നിൽക്കുക, മുൻപോട്ട് തന്നെ പോവുക. A person should not be panic stricken, apprehensive, threatened and frightened, thinking if the things move on somehow or other, how can I stand firm? Instead, you have to be strong, pray unto the Lord, make the decision, I will move forward. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സഭ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. In such circumstances, the church must be careful concerning one thing. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം. John's Gospel, chapter 21, verse 15. So when they had dined, Jesus said to Simon Peter, Simon, son of Jonas, lovest thou me more than these? He saith unto them, Yea, Lord, thou knowest that I love thee. He saith unto them, Feed my lambs. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, നീ വാസ്തവമായിട്ടും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ കുഞ്ഞാടുകളെ മേയ്ക്കണം. The Lord says, if you do love me really, feed my lambs. ഒരു സഭയിലെ എല്ലാവരും ചെയ്യേണ്ട ശുശ്രൂഷയാണ് കുഞ്ഞാടുകളെ മേയ്ക്കുക. Feeding the lambs is a ministry that every member of the church should do. ഇത് സൺഡേ സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുകയാണെന്ന് മാത്രമാണ് അർത്ഥമെന്ന് ധരിക്കരുത്. Do not think that this is a reference given to teaching Sunday school children. സഭയിലേക്ക് പുതുതായി വരുന്ന ആത്മാക്കൾ ഇവിടെ നിലനിൽപ്പിനായി പോരാട്ടങ്ങളും പരീക്ഷകളും നേരിടുമ്പോൾ അവർക്ക് വേണ്ടുന്ന പ്രാർത്ഥനയുടെയും ഉപദേശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പിന്തുണ കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. When the new souls encounter challenges and problems in their life,
which may pulverize them in their spiritual life. You have to provide them the required help in prayer, advice and guidance. എന്ന് കണ്ട് കാണുന്ന കുഞ്ഞാടുകളെ എല്ലാം കണ്ട് വീട്ടിൽ ചെന്ന് ചാക്കിട്ട് അവരോടെല്ലാം വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് അവസാനം കുളമാക്കുകയും ചെയ്യരുതെന്നും കൂടെ ഓർപ്പിക്കുകയും. That doesn't mean that all the lambs that you see, that means the new souls, you have to go to their homes and do not make eye washes and so on, and do not deteriorate the situation. അടുത്തത് സഭയ്ക്കുള്ളിൽ പിശാച് പ്രവർത്തിക്കുന്നത് കള്ളപ്രവാചകന്മാരിലൂടെ. Next, through false prophets, the devil is making his work in the church. ഇന്ന് ക്രൈസ്തവ ലോകത്തെ നാം നോക്കിയാൽ പുരോഹിതന്മാരായും പാസ്റ്റർമാരായും പ്രവാചകന്മാരായും പ്രവർത്തിക്കുന്ന പലരും പരേതാത്മാക്കളോട് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ശുശ്രൂഷകളിൽ കൃപകളും വരങ്ങളും കിട്ടുവാൻ പിശാചിനെ സേവിക്കുന്നവരുമാണ്. When we observe the present Christian world, many pastors, many evangelists, many priests, many workers, in order to get gifts and ideas, they just make offer to the people who already passed away, and accordingly they are willing to cheat the people. ചില സഭകൾ അവരുടെ പുരോഹിതന്മാർക്ക് പൗരോഹിത്യം പഠിപ്പിക്കുമ്പോൾ അവർക്ക് മന്ത്രവാദം കൂടെ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. It is said that some churches, as the theology is taught, as part of the syllabus, even magic or charm is also included. ഭൂതബാധയോ പ്രേതബാധയോ വന്നാൽ ജനങ്ങളെ വിടിപ്പിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നത് പിശാചിനെ നേരിട്ട് സേവിക്കുന്ന ഒരു പണിയാണ്. So demon possessed or even ghost possessed, if that attack comes there, how to encounter him. So a particular congregation directly teaches mothers to tackle this. പരേതാത്മാക്കളോട് ചോദിച്ച വിവരങ്ങൾ ആരാഞ്ഞറിയുന്ന, പ്രത്യേകിച്ച് ഭാവിയെക്കുറിച്ച് അറിയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു. There's a tendency that is mounting up, that is getting counsel from the deceased souls, particularly about the future. മരിച്ചവരോട് സംസാരിക്കുക എന്നുള്ളത് ഇവരിടയിലുള്ള ഒരു പ്രത്യേക വിഷയമാണ്. Talking to the dead, that is practiced necromancy. That is a practice that is prevalent among them. മരിച്ചവരുമായിട്ടല്ല യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്, ഇടയിൽ പിശാച് വേഷം കെട്ടുകയാണെന്ന് പലരും അറിയുന്നില്ലെന്നും മാത്രം. Many people fail to understand that in fact they are not talking to the deceased souls, instead they are talking to the devil in between. യെശയ്യാവ് 8:19 വാക്യത്തിൽ, Coming to Isaiah chapter 8 verse 19. ജീവനുള്ളവർക്ക് വേണ്ടി ആരോട് ആലോചന ചോദിക്കണം, ആരോട് ചോദിക്കരുത് എന്ന് ഇവിടെ കാണുന്നു. It is for the living, to whom you should seek advice and to whom you should not turn. And when they shall say unto you, seek unto them that have familiar spirits, and unto wizards that peep and that mutter, should not a people seek unto their God, for the living to the dead? വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിനെന്ന് അവൻ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടെയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? അരുളപ്പാട് ജനം ദൈവത്തോട് ചോദിക്കണം, ജീവനുള്ളവർക്ക് വേണ്ടി അരുളപ്പാട് മരിച്ചവരോടല്ല ചോദിക്കേണ്ടത്. The people should seek advice from the Lord for the living. They should not seek guidance advice from the dead. ഭാവി അറിയുവാനുള്ള മനുഷ്യന്റെ ഉദ്വേഗത്തെയാണ് ഇങ്ങനെയുള്ളവർ ചൂഷണം ചെയ്യുന്നത്. So people exploiting that is a thirst for the people to know of the future. ഇങ്ങനെ പരേതാത്മാക്കളോടും അശാശക്തിയോടും ബന്ധപ്പെടുന്നവർ പുരോഹിതനായിട്ടോ പാസ്റ്ററായിട്ടോ പ്രവാചകനായിട്ടോ സഭയിൽ കടന്നുകൂടും. So the people who have the contact with the deceased souls come into the church in the name of pastor, priest or a prophet. അവർ കാൽവെക്കുന്ന വീട്ടിലെ കഴിഞ്ഞകാല സംഭവങ്ങൾ പറയും. അവരടുക്കൽ ചെന്ന ഭാവിയെക്കുറിച്ച് ചോദിച്ചാൽ പല കാര്യങ്ങളും പറയും. The house they visit, they will speak about the past of the members of the church of the house, and if they approach him and ask the future, the same will be revealed. അവരിലൂടെ സംസാരിക്കുന്ന ദൈവമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. So they claim that it is God who talks to them. ഇങ്ങനെയുള്ള ചില രോഗശാന്തിയുടെയും അത്ഭുതങ്ങളിലൂടെയും കൂടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കും. Sometimes such people through miracles and healings also deceive people. അയ്യോ, താമതേയ സഭകളിൽ മാത്രമല്ല, പെന്തക്കോസ്ത് സഭകളിൽ ഇങ്ങനെയുള്ള പൈശാചിക സേവയുള്ള പ്രവാചകന്മാരുടെയും പാസ്റ്റർമാരുടെയും ശുശ്രൂഷകരുടെയും വെള്ളയാട്ടമാണ്. Alas, not even nominal churches, even in Pentecostal churches, you can find the mushrooms of the growth of such pastors and prophets who get counsel from the familiar spirits. വഴിവിട്ട പൈശാചിക സേവയിലൂടെ എടുത്ത സിദ്ധികൾ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവോടുള്ള കൃപാവരങ്ങളാണെന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. All the arts which they have gained through the devilish and untoward ways, they claim that they receive from the Lord,
and through that evil spirit, they are deceiving the people of God. ഏതെങ്കിലും ഒരു സഭയിൽ മാന്യവും മര്യാദയുമായി ആരാധന നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു സഭയിൽ ഇങ്ങനെയുള്ള വരവുള്ളവർ വന്നെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഓടുകയായി. Sometimes in a good congregation, there is somebody doing service and worshiping the Lord. And it comes to the knowledge that in the neighbor church, such a gifted man has come. These people make haste to that place. അതിനേക്കാൾ ഏതോ വിശേഷതയുള്ളവരാണെന്ന് വേറൊരാൾ അവതരിച്ചാൽ അങ്ങോട്ട് ഓടുകയാണ്. They feel that and that is more special than their ones, therefore they go there. ഇനി ഓരോ സഭകളിൽ ഓടി ഓടി നടക്കുന്നവരെക്കാൾ കഷ്ടം ഒരേ സഭയിൽ പേര് കൊടുത്തിട്ട് അവിടുത്തെ അംഗമാണെന്ന് ധരിപ്പിക്കുകയും രഹസ്യമായി എല്ലായിടത്തും ഓടി നടക്കുന്നവരാണ്. And actually more pitiable is the situation of the people who are just going to different denominations than the ones who raise their names in a particular congregation and in secrecy they attend meetings in other denominations. ആത്മാക്കൾ ദൈവത്തിനുള്ളവയോ എന്ന് വിവേചിപ്പാൻ വരവില്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ അബദ്ധങ്ങൾ, ഇത്തരത്തിലുള്ളതായ പ്രവണത വർദ്ധിച്ചു വരികയുള്ളൂ. If you're not gifted enough to discern out whether the spirit is given by God or not, such kinds of tendencies will multiply. പലതരത്തിലുള്ളതായ വഞ്ചിക്കുന്ന ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് പോലും. So many kinds of deceiving spirits are making their onslaught. അഭിഷേകം പ്രാപിച്ച പെന്തക്കോസ്ത് സഭകളെ തന്നെ പിശാചിന് ഉള്ളിൽ കടന്ന് എങ്ങനെയെല്ലാം പ്രവർത്തിക്കും നാം മനസ്സിലാക്കിയിരിക്കണം. Even in the anointed church, how does the devil move in and cheat them? ദൈവമക്കൾക്കിടയിൽ വ്യാജം പരത്തുക, among the people of God, spreading falsehood, ശണ്ഠയും കലഹവും അനൈക്യതയും സൃഷ്ടിക്കുക, create discord, dispute and quarrels, ഇതിലൂടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. through which the devil works. ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അത് സ്നേഹത്തോടും ഐക്യത്തോടും കഴിയുമ്പോൾ അവരെ ഭിന്നിപ്പിക്കുവാൻ പിശാച് പ്രവർത്തിപ്പാൻ തുടങ്ങും. When husband and wife move forward in a harmonious way, in not to sow the note of discord, the devil moves through. അവരുടെ ഇടയിൽ അവർക്ക് പൂർവ്വകാലങ്ങളുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്കൊരു തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ച് അവരെ തമ്മിൽ അകറ്റുകയായി. Some past history is brought to the knowledge and create a misunderstanding between them, and alas, there is separation. അല്ലെങ്കിൽ ജീവിതത്തിന് തുടക്കകാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പരസ്പരം വേദനിപ്പിച്ചോ മുറിപ്പെടുത്തിയതായ സംഭവങ്ങളെ വീണ്ടും പെരുപ്പിച്ച് കാണിച്ചവരുടെ മനസ്സിൽ കൊണ്ടുവന്ന് അതൊരു തീരാത്ത പകയാക്കി മാറ്റി അവരിൽ അനൈക്യത ഉണ്ടാക്കുകയാണ്. In other words, as they started the journey of the life, sometimes because of that exchanges, they may have wounded their feelings, but now on the latter course, everything is brought back to their memory and once again wounding again. So he is again making the dispute. അങ്ങനെ അവർക്ക് തമ്മിൽ അകൽച്ചയും ഒടുവിൽ വിവാഹമോചനത്തിലും കാര്യങ്ങൾ ചെന്ന് കലാശിക്കുന്നു. So gradually and they get alienated, finally resulting in divorce. ഇതേ വിധത്തിലാണ് സഭയിൽ വിശ്വാസികളെ തമ്മിലും തെറ്റിക്കുന്നത്. In the same way, and there is a discord among the believers in the church. വിശ്വാസികളെയും ശുശ്രൂഷകരെയും തമ്മിൽ തെറ്റി. And there is love lost, no love lost between the workers and the believers. ഒന്നിലധികം ശുശ്രൂഷകർ ഉണ്ടെങ്കിൽ അവരെ തമ്മിലും തെറ്റിക്കും. If there is no more than one believer, between them there is discord. അകൽച്ചയുണ്ടാകുന്നതിന് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന കഥകൾ പ്രചരിപ്പിക്കും. In order to create the width, and he will create stories of misunderstanding. അവർക്കിടയിൽ ക്രിസ്തീയ സ്നേഹബന്ധത്തെ നശിപ്പിക്കും. And he will destroy the Christian measures of love among them. സംശയവും മാനസികമായ അകൽച്ചയും ഉണ്ടാക്കും. Suspicious and mental isolation will be brought in. ഇങ്ങനെ അത് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന മറ്റുള്ള മനുഷ്യരെ ഉപയോഗിച്ച് വിശ്വാജീവിതമായ തന്ത്രങ്ങൾ മെനയുമ്പോൾ അകൽച്ചയും പകയും മാനസിക സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ ഒരാളിലേക്ക് പിശാചിന് കടക്കുവാൻ വാതിൽ തുറക്കപ്പെട്ടു. This when the devil is fabricating these devices and creating separation, alienation, and that is a door wherein the devil comes to your heart. നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ആത്മനിർഭരവും ജീവിക്കുന്ന ദൈവമക്കളുള്ള സഭകൾ പിന്നീട് നാശോന്മുഖമായി തീരുന്നത് പിശാചിന്റെ ഇങ്ങനെയുള്ള തന്ത്രപരമായ പ്രവർത്തനത്തിലൂടെയാണ്. The churches which are noted once for unity, integrity, love of God and fellowship, and they are noted for notoriety because of the subtlety of the devil. ഇതിനെ ജയിക്കുവാൻ കുടുംബസ്ഥരായി ജീവിക്കുന്നവരും വിശ്വാസികളും ശുശ്രൂഷകരും ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ വചനം കൊണ്ട് നിറയ്ക്കണം. The people who are leading family life, believers and workers, we have to fill our hearts with the word of God to overcome this. എന്തുകൊണ്ടെന്നാൽ പിശാചിന്റെ ഏതു തരത്തിലുള്ളതായ തന്ത്രങ്ങൾക്കും ഏറ്റ വചനങ്ങൾ ദൈവം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. Because the Lord is given his word in the written form to counter
any kind of the subtlety of the devil. ഈ വചനം മനസ്സിൽ നാം സംഗ്രഹിച്ചിരുന്നാൽ ഒരു തന്ത്രം വരുമ്പോഴേ ഉടൻ വചനം കൊണ്ടതിനെ വിവേചിക്കാം, ഇതൊരു തന്ത്രമാണ്, ഞാൻ ഇതിനെ കരുതിയിരിക്കണമെന്ന്. When we preserve the word of God, when the devil employs a weapon, all of a sudden the word of God will come and inspire us, saying, this is a device of the devil, you can overcome the sin. ആത്മാക്കളെ വിവേചിക്കുക എന്നതിൽ ദൈവവചനത്തിന് മുഖ്യമായ പങ്കുണ്ട്. In discerning the spirits, the word of God has got a paramount importance. കൂടാതെ ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കണം. Again, this devilish operation can be rebuked in the name of Jesus. അതിപ്രധാനമായ ഒരു മാർഗം, A most important way, എന്ത് വന്നാലും ഹൃദയം പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെങ്കിൽ ഒരു പിശാചും കടക്കാൻ പോകുന്നില്ല. if you preserve your mind, your heart in total peace, let what all take place, no devil or no evil spirit can break into your heart. മനസ്സ് കലങ്ങുന്നിടത്താണ് പിശാചിന് ഇടമുണ്ടാകുന്നത്. Where your heart is troubled, the devil finds room to walk. യെശയ്യാ 26:3 വാക്യം നമുക്കറിയാം. And Isaiah chapter 26, the third verse is known to us. എങ്കിലും ഒന്ന് വായിക്കണം. However, read it. Thou wilt keep him in perfect peace, whose mind is stayed on thee, because he trusteth in thee. സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ, The mind is stayed. നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. Thou will keep him in perfect peace. ഇതാണ് ഏറ്റവും സുരക്ഷിതമായൊരു മാർഗം. This is the safest measure. ഒരു ദൈവവൈതലിന് പൂർണ്ണ സമാധാനത്തെ കാക്കാൻ കഴിയുമെങ്കിൽ പിശാചിന്റെ ഒരു തന്ത്രവും ജയിക്കുകയില്ല. If a child of God is able to keep himself in perfect peace, no subtlety of the devil will be fruitful. ദൈവജനത്തിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ സാത്താന്റെ ഏജന്റന്മാര് നേരിട്ട് സഭയിൽ കടന്ന് പ്രവർത്തിക്കും. Apart from the activities of the devil, sometimes the agents of the devil may directly come to the churches and work. അതൊരു വിശ്വാസിയുടെ വേഷത്തിലുമാകാം, ശുശ്രൂഷകന്റെ വേഷത്തിലുമാകാം. Maybe in the form of a believer or a worker, he will do his work. അതിനാണ് 2 കൊരിന്ത്യർ 11:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ That's why in 2 Corinthians chapter 11 verses 11 to 15, വിശുദ്ധ പൗലോസ് പറയുകയാണ്, സാത്താന്റെ ശുശ്രൂഷകർ, അതേ നീതിയുടെ ശുശ്രൂഷകരുടെ വേഷം ധരിച്ച് സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കാൻ നോക്കുന്നു. Saint Paul says, then the workers of the devil will put on the form of the work of God, and they will come into workers of God and come into the church. ദൈവസന്നിധിയിൽ വീഴാതെ നിൽക്കുന്ന, ദൈവരാജ്യ കെട്ടുമണിക്കിൽ ദൈവത്തോട് സഹകരിക്കുന്ന വെളിച്ചത്തിന്റെ ദൂതന്മാരുടെ വേഷം സാത്താൻ കെട്ടി ജനങ്ങളെ വഞ്ചിക്കാൻ നോക്കുന്നത് പോലെ, As the devil is make attempt to put on the form of the real angels of light who are standing firm for the construction of the church of God, ഈ വെളിച്ചദൂതന്റെ വേഷം കെട്ടിയ അല്ലെങ്കിൽ സാത്താൻ ഏജന്റന്മാർ സഭയ്ക്കുള്ളിൽ വന്ന് മനുഷ്യവേഷത്തിൽ വന്ന സഭയെ വഞ്ചിക്കും. So these agents of the devil put on the form of the angel of light, they take the form of human beings, come into the church, and they will make their operation. അവർ തങ്ങളുള്ള ദുഷ്ടശക്തിയെ ഹാളിന് പുറത്ത് നിർത്തിയിട്ടായിരിക്കും അകത്ത് കയറുന്നത്. And they will keep their devilish power outside the hall and they come in. അവരുടെ നിലവിൽ ദുഷ്ടശക്തി ഇല്ലാത്തതുകൊണ്ടും അവരുടെ വസ്ത്രധാരണം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവർ വിശുദ്ധരെ പോലെ ആയിരിക്കും തോന്നിക്കുക. As they come into the church in the absence of the evil spirit, and they pretend to be holy, and because of their dressing fashion, and they may seem to be holy. അങ്ങനെ സഭയിലെ ഒരു പുതിയ അംഗമെന്ന നിലയിൽ സഭയിൽ കടന്നുകൂടിയിട്ട് ഈ വിജയകരമായി പ്രവർത്തിക്കുന്ന സഭയുടെ വിജയ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ തകർക്കാൻ മറുതന്ത്രം മെനയും. This gradually, as a pretend to be a holy man, a newcomer, he will come to the church. He will understand what is the secret of the victory of this church, and gradually he will concoct his plans to make them failure. ഒരു സംഭവം ശ്രദ്ധിക്കുക. Just not to just be attentive to an event. ഒരു സഭ നല്ല വേർപാട് വിശുദ്ധിയും പാലിച്ച് ആത്മാവിൽ ആരാധിച്ച് ജയകരമായി മുന്നേറുകയായിരുന്നു. The church was maintaining a holy life, that was leading an overcoming life, and victoriously it was marching on. ആ സഭയിലേക്ക് സാത്താൻ ഏജന്റായിട്ട് ഒരു മനുഷ്യൻ വിശ്വാസി എന്ന നിലയിൽ കടന്നുകൂടി. A man, as a believer, as an agent of the devil, came to that fellowship. അവിടെ ഗായക സംഘം ഉണ്ടായിരുന്നു, അതിൽ ഇയാൾ ഒരു അംഗമായി തീർന്നു. There was a choir and he became a member of the choir. താൻ വളരെ മനോഹരമായി പാടുമായിരുന്നതിനാൽ തൻ്റെ പാട്ടിനെ പുതുതായി വന്ന വിശ്വാസിയുടെ പാട്ടിനെ സഭാംഗങ്ങളെല്ലാം വളരെ പ്രശംസിച്ചു. As he was a melliferous singer, and all the believers
just to listen to that sweet song of the newcomer. തന്നെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടാകാത്ത നിലയിൽ വളരെ താഴ്മയും വിനയമുള്ള ഒരു വിശ്വാസിയായിട്ടാണ് താൻ സഭയിൽ പെരുമാറിപ്പോകുന്നത്. He behaved in a very polite and honorable fashion that nobody could suspect his own faithfulness. ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ തന്നെ തൻ്റെ കയ്യിലുള്ള ദുരാത്മാക്കളെ സഭയിൽ കടത്തിവിടാൻ ഒരു വിടവ് സഭയ്ക്കുണ്ടാകുമോ എന്ന് താൻ ആ സമയം വരെയും കാത്തിരുന്നു. Meanwhile, he was waiting for the right moment to find a gap, a crack wherein he can just inject the devilish operations into the church. ദുരാത്മാക്കളെ സഭയിൽ കടത്താനുള്ള വിടവ് നിർഭാഗ്യവശാൽ സഭയിലെ പാസ്റ്ററിന് തന്നെയാണ് ഉണ്ടായത്. Unfortunately, it is from the pastor of the church there was a crack through which he can now send the evil ഒരു spirit. ദിവസം ആരാധനയിൽ പാസ്റ്റർ ഒരു പ്രസ്താവന നടത്തി. One day in the service, the pastor made a declaration. എൻ്റെ സഭയിലെ അംഗങ്ങൾ മറ്റ് സഭയിലെ വിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. So I am not pleased with the members of my congregation just having matrimonial alliance with other denominations or fellowships. ശ്രദ്ധിക്കുക, ഈ വാചകത്തിൽ എന്താണ് ഇത്ര തെറ്റെന്ന് എനിക്കും തുടക്കത്തിൽ മനസ്സിലായി. Initially, I was not able to understand what is wrong in this statement. സഭയുടെ നിലവാരം കാക്കാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഒരു കർശനമായ താക്കീതും പ്രബോധനവുമായിട്ട് ഈ വാചകം വരുന്നുള്ളൂ. ഇതിൽ തെറ്റുള്ള നമുക്ക് തോന്നുകയില്ല. It is that statement resulted because of his responsibility to lead the church unto holiness, and therefore he was rebuking and just guiding the church only, and I did not detect any error in it. എൻ്റെ സഭയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ പ്രസ്താവന പറഞ്ഞു തീർന്ന ഉടൻ സാത്താൻ്റെ ഏജന്റ് റഡാർ എടുത്ത് നോക്കിയപ്പോൾ സഭയ്ക്ക് ചുവരിൽ ഒരു വിള്ളൽ കണ്ടു. As soon as he said the members of my church, when the statement is over and the agent of the devil noticed there was a crack in the wall. എൻ്റെ സഭ എന്നുള്ള വാക്കാണ് വിള്ളലുണ്ടാക്കി. The term my church that created a crack. തിരുവെഴുത്തിനും പ്രകാരം സഭ ക്രിസ്തുവിൻ്റെത്. According to scripture, church is of the Lord. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയും. The Lord said that I will build my church, the gates of hell cannot overcome it. എന്നാൽ ആ ഒരു വെളിപ്പാട് വിട്ടിട്ട് എൻ്റെ സഭ എന്ന നിലയിൽ ഒരു സാധാരണ പ്രയോഗമായിട്ടല്ല, എൻ്റെ എന്ന നിലയിലുള്ള വാക്ക് ഈ പാസ്റ്ററിൽ നിന്ന് വന്നപ്പോൾ അത് പിശാചിന് കടക്കാൻ ഒരു വിടവായി. Leaving that revelation, this pastor said my church. When that my came out to the lips of the pastor, there was an opening whereby the devil now can move ഒരു in. സഭ ക്രിസ്തുവിന്റെ സഭയായി കാണപ്പെടുന്ന കാലത്തോളം ഒരു പാതാള ശക്തിക്കും ഈ സഭയിൽ കടക്കാനും ഒരു ദോഷം ചെയ്യുവാനും കഴിയില്ല. As long as a church remains a church of Christ, no power of the hell can come into this congregation. അങ്ങനെ അതുവരെയും ക്രിസ്തുവിന്റെ സഭയായിരുന്ന ഈ സഭ എൻ്റെ സഭ എന്ന വാക്കിൽ മനുഷ്യന്റെ സഭയായി തീർന്നപ്പോൾ ഈ സാത്താൻ ഏജന്റ് നേരെ പുറത്തോട്ടിറങ്ങി. The church that was a church of God thus far, it is a very utterance, my church, that it became his church, and that was a victim in the hands of the devil. സഭയിൽ കടക്കാൻ കിട്ടിയ വിടവ് വേഗത്തിൽ ഉപയോഗിച്ച് പുറത്തു നിന്ന് ദുരാത്മാക്കളെ സഭയിലേക്ക് കൊണ്ടുവന്നു. Without wasting much time, the agent utilized that gap and opportunity and brought devilish work into the church. മോഹത്തിന്റെയും പരസംഗത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ആത്മാക്കളെ കൂട്ടി സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നു. And he brought the spirit of lust, fornication, lasciviousness, and peeped them into the church. സഭയിലെ ജനങ്ങൾ പാപം ചെയ്യുവാൻ തുടങ്ങി. The members of the church started committing sin. താനുകൾ ഉൾപ്പെട്ട ഗായക സംഘത്തിലെ ആളുകൾ വ്യഭിചാര പാപത്തിൽ അകപ്പെട്ടു. The band musicians are the choir in which he is also a member. They plunged into adultery. വളരെ ആത്മീയരായ വിശ്വാസികളായ സഹോദരന്മാർ പാപത്തിൽ വീണു. The highly spiritual sisters were also victimized to sin. കേവലം 5 മാസത്തിനുള്ളിൽ ആ ഗായക സംഘത്തിന്റെ നേതാവായ വ്യക്തിയും പാപത്തിൽ വീണു. Within 5 months, the captain or the chief of the choir, he also committed sin. താൻ ചെയ്ത പാപം പരസ്യമാവുകയും അത് കോടതിയിലേക്ക് ഒരു കേസായിട്ട് മാറുകയും ചെയ്തു. That the sin was brought out and the case was initiated in the court, that was publicized. അതോടുകൂടെ ദേശത്ത് സഭ നാറി. And that it was a great defamation to the church. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ സഭയുടെ പാസ്റ്ററുടെ പ്രതികരണം എന്തായിരുന്നുവെന്നോ? As it happened, what was the response of the pastor? താൻ ഈ സഭ ഈ നിലയിലായി കഴിഞ്ഞപ്പോൾ താൻ സഭയിലെ പാസ്റ്റർ സ്ഥാനം രാജിവെച്ച് പോയി. When the church had become so,
he resigned his post, that is pastorship, and left. അനേക വിശ്വാസികൾ സഭ വിട്ടുപോയി. Many believers quit the church. സഭ ഏറെക്കുറെ പൂട്ടിയ നിലയിലായി. To a great extent, that was shut down. എന്നാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷവും ഇതിനെ വീണ്ടെടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. But even after this incident, there was a room for the restoration. ജനങ്ങൾ തെറ്റിപ്പോയി എന്ന് കണ്ടപ്പോൾ അതിൻ്റെ വിവേചനത്തിന് കൃപയുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റർ അത് മനസ്സിലാക്കിയെടുത്തേനെ. As the things had become so, if the pastor had the discerning spirit, he could have understood the same and rectified the തന്റെ damage. ഭാഗത്തൊരു വീഴ്ചയാണ് പിശാചിന് ഇടം കൊടുത്തതെന്ന് അറിഞ്ഞ് അതിനെക്കുറിച്ചൊന്ന് അനുഭവിക്കുകയും So there was the fault is on his side that opened the way for the devil. He should have repented. തന്നെ ശുദ്ധീകരിച്ച ശേഷം സഭയെ ശുദ്ധീകരിച്ചെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കുകയും ദൈവാത്മാ സഭയിലേക്ക് മടങ്ങി വരികയും ചെയ്യുമായി. After sanctifying him, if he made attempt to sanctify the church, God would forgive him. The Spirit of God should come to the church with that process. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ രാജിവെച്ചു പോകാനുള്ള ഒരു തീരുമാനം മാനുഷികമായി എടുത്തതോടുകൂടെ സഭ പൂർണ്ണമായും നശിച്ചു. When such an episode took place, as he made a human decision, manly decision to resign, completely the church is at the verge of destruction. ഇത്രയും കാര്യം നേടിയതോടുകൂടെ വന്ന സാത്താൻ ഏജന്റ് സഭയും വിട്ടു. Once the agent of the devil materialized his will, his mission, he left the church. നേരെ സാത്താന്റെ അടുക്കൽ ചെന്ന് വിജയകരമായ ദൗത്യം പൂർത്തിയാക്കി റിപ്പോർട്ടും കൊടുത്തു. He straightway went to the devil and reported that the mission accomplished. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സഭയ്ക്കുള്ളിൽ കയറി പിശാചിന്റെ ഏജന്റന്മാർ പ്രവർത്തിക്കുന്നത്. This is how the agents of the devil come into fellowships and make their works. ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ ജനം ആയ നാം സൂക്ഷിക്കണം. The church of God must be preserved by people who are the members. സഭയ്ക്ക് വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം. The church must have holiness, sanctification. ഓരോ യോഗാരംഭത്തിലും ദൈവജനം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിക്കണം. At the beginning of every service, every meeting, people should confess their sins and get sanctified by the blood of Christ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാതെ കപടഭക്തിക്കാരായി ഇരുന്നുകൊണ്ട് എത്ര പാട്ട് പാടിയാലും കൈയടിച്ചാലും അന്യഭാഷ പറഞ്ഞാലും പിശാച് ചിരിച്ചുകൊണ്ടേയിരിക്കും. Without repenting, without making the confession of sins, getting sanctified, if you talk in unknown tongues, keep on clapping, the devil will be smiling only. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച ശേഷം പാട്ടും സ്തുതിയും തുടങ്ങിയാൽ പിശാച് ഓടും. After making the confession and getting sanctified, if he started singing and praising, the devil will flee away. ഒരു യോഗം തുടങ്ങുന്നയാളോ അതിന് നേതൃത്വം വഹിക്കുന്നയാളോ നന്നായി ശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കണം. A person who begins the meeting or leads the meeting should be sanctified completely beforehand. ശുദ്ധീകരിക്കപ്പെടാതെ അസൂയ, നീരസം, പക, മറ്റു പ്രശ്നങ്ങൾ അകപ്പെട്ടവർ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് നേതൃത്വം വഹിക്കുകയോ സഭയെ നിയന്ത്രിക്കാനോ ശ്രമിച്ചാൽ പിശാചിനിടമുണ്ടാകും. Without getting sanctified, a person who is influenced with jealousy, hostility, with this malice, and he leads a church or begins a meeting, because of this there shall be division in the church. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ശേഷമേ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ജീവൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറാവൂ. After getting sanctified, washed by the blood of Jesus only, to do any kind of service, he should come to the podium. സഭയിൽ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തണം. പക്ഷേ ആ തിരുത്തുന്നത് തന്നെ പിശാചിന് പ്രവർത്തിപ്പാൻ ഇടമുണ്ടാകുന്ന വിധത്തിലാകരുത്. Those who commit errors, you have to mend or correct them, but that correction should not open a way for the devil to work. സഭയിൽ ഒരാളെ തെറ്റുതിരുത്തിയൊരു ദൂതോ കൊടുക്കും മുൻപേ ശുശ്രൂഷകൻ തന്നെത്താൻ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ അതേറെ ദോഷം ചെയ്യും. Before correcting the church and accordingly giving a message, if the worker does not sanctify and set himself correct, the devil may work through him. അതെ, സഹവിശ്വാസിയെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിശ്വാസിയോ A believer who just pinpoints the error of a fellow believer, മക്കളുടെ തെറ്റുതിരുത്തി കൊടുക്കുന്ന മാതാപിതാക്കളോ the parents who are correcting the faults of the children, സഭയുടെ തെറ്റുതിരുത്തി അവർക്ക് ദൂത് കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനോ a worker who is delivering the message correcting the mistakes of the congregation, അവരുടെ മനസ്സ് വിശുദ്ധമായിരിക്കണം. their mind should be holy. മുൻവിധിയോടെ വിമർശന സ്വഭാവത്തോടെ അല്ല, സ്നേഹത്തിന്റെ ആത്മാവിൽ വേണം തെറ്റുതിരുത്തുവാൻ. With prejudice and criticizing spirit, they should not correct them. In love only they should correct. ഒരാൾ കോപിക്കുമ്പോൾ അവനിൽ പിശാചിന് കയറുവാൻ കവാടം തുറക്കപ്പെടുക. When a person feels angry
and there is a door opened in him for the devil to enter. അതെ, കോപിച്ച് ശാസിക്കുമ്പോൾ ഏത് തെറ്റിനെ ശാസിച്ചോ അവരുടെ അതേ പിശാച് കോപിച്ച് ശാസിക്കുന്നവരിലേക്ക് When കയറുകയും a person gets angry and rebukes a person, what is the mistake for which you feel angry? The same mistake comes into the person who gets angry. ദൈവകൃപയിൽ ജീവിച്ച ഒരു ഉത്തമയായ ഒരു വിശ്വാസ സഹോദരി ഉണ്ടായിരുന്നു. A sister believer who was an example to all in the spiritual അവൾ life, സൗന്ദര്യവും ഉള്ളവളായിരുന്നു. and she was beautiful also. ഒരു സാത്താന്യ ശക്തിയുള്ള ഒരു വ്യക്തി വഴിയിൽ വെച്ച് കണ്ട് ഹലോ പ്രൈസലോട് പറഞ്ഞു. A person with the evil spirit met her in the way and said, "Praise the Lord" to her. ഒന്ന് നോക്കി ഒന്ന് അഭിവാദ്യം ചെയ്ത് അങ്ങ് പോയതേ ഉള്ളൂ, വ്യക്തിയെ തിരിഞ്ഞു നോക്കിയതേ ഇല്ല. Just looked, applauded, greeted, and no turning, did not have a second look. ദുരുദ്ദേശത്തോടെ ഇങ്ങനെ വശീകരിക്കാമെന്നുള്ള ശ്രമം നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ പ്ലേറ്റ് മാറ്റിവെച്ചു. So, as with a malicious thought, this attempt was not done, and another trick was employed. അടുത്ത തവണ റോഡിൽ വെച്ച് കണ്ടപ്പോൾ അവളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ തുടങ്ങി. The second time, and when that person met her in the way, and she was rather vilified. നിന്നെ കണ്ടാൽ എന്തിനു കൊള്ളാം, എൻ്റെ ഭാര്യ നിന്നെക്കാൾ എത്രയോ സുന്ദരിയ എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടി കുറ്റപ്പെടുത്തി മുറിപ്പെടുത്തി സംസാരിച്ചു. And she was very much maimed. Her feelings were humbly wounded, saying that my wife is prettier than you are, and you are good for nothing. പെട്ടെന്ന് സഹോദരി പ്രകോപിതയായി. The sister got provoked. ആ മനുഷ്യനോട് കോപിച്ച് സംസാരിക്കാനും എതിർക്കാനും വിമർശിക്കാനും തുടങ്ങി. She got angry. She started making altercation with that man. She was bound by the spirit of അവളെ anger. പ്രീണിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ കോപിപ്പിക്കാനുള്ള ശ്രമം നടത്തി, അത് വിജയിച്ചു. അപ്പോൾ ഈ ദുഷ്ടശക്തി അവളിലേക്ക് കടത്തിവിട്ടു. The other person made an attempt to please her, in which he miserably failed. So therefore he made another attempt to provoke her. Now he succeeded. അവളിലേക്ക് കടത്തിവിട്ടതിന് വേശ്യത്തനത്തിന്റെ ആത്മാവായിരുന്നു. The spirit of fornication was just injected into her. താമസിക്കാതെ ആ സ്വഭാവത്തിലേക്ക് അവൾ പാപത്തിൽ വീഴുകയും അത് നാട്ടിൽ പരസ്യമായി തീരുകയും ആ നിലയിൽ വളരെ വളരെ മോശമായ നിലയിലേക്ക് അധപതിച്ചു പോയി, ദൈവകൃപയിൽ നിന്ന് അകന്ന് നശിച്ചു പോവുകയും ചെയ്തു. Without much delay, she had fallen into such a crime, and she was infamous throughout the land, and that was a great degeneration in her life. ഒരാൾ കോപിക്കുമ്പോൾ പിശാചിന് കയറുവാൻ അവരിൽ വാതിൽ തുറക്കപ്പെടും. When a person feels angry, room is opened in his life for the devil to come in. അതാണ് വൺ ഹു ആങ്കേഴ്സ് കോൺഗേഴ്സ് യു എന്നാണ് ആ ചൊല്ല്. The saying goes that one who angers conquers you. നിങ്ങളെ ആരെങ്കിലും പ്രകോപിതരാക്കുന്നെങ്കിൽ അവർ നിങ്ങളെ കീഴടക്കി കഴിയും. If somebody provokes you, he conquers you. അപ്പോൾ ജയിക്കാനുള്ള മാർഗ്ഗമേ ഉള്ളൂ. ഒരാളെന്നെ പ്രകോപിപ്പിക്കുമ്പോൾ ഞാൻ പ്രകോപനം കൊണ്ടാൽ ആ വ്യക്തി എന്നെ കീഴടക്കും, ഞാൻ ആ വ്യക്തിയുടെ തോക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രകോപിതനാകയില്ല, തോൽക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് വരും. This is the only way to overcome. When somebody makes an attempt to provoke you, you have to keep in mind they will make come, and therefore I am not going to be subdued. Thinking so, you can overcome the devil. ദൈവത്തിന്റെ സഭയിൽ ദൈവജനത്തിന് മധ്യേ ശുശ്രൂഷകരുടെ ഇടയിൽ പോലും പിശാച് ഏവിധമായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഇതിനെ സംബന്ധിച്ച് മുൻകരുതലോടെ ജീവിച്ചാൽ നമുക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിനും നിലനിൽപ്പുണ്ട്. In the church of God, among the believers, even among the workers of God, how does the devil make his operation, concern which we had talked about? Therefore, with a great watchfulness and agility, let us set correct our life. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ശുശ്രൂഷ രംഗത്തും ഒക്കെ എവിടെല്ലാം പിശാചിന് നമ്മുടെ കൊടുത്തിട്ടുണ്ടോ, അനുദപിച്ചാൽ കർത്താവിനോട് ക്ഷമിക്കും, പിശാചിന് പിന്നെ അവിടെ കടക്കുവാൻ ഒരു പഴുത് ഉണ്ടായിരിക്കുകയും. In our past, in our domestic life, in our church life, in our ministry, and what are the rooms that we had given for the devil to work? If we repent, and that will be plucked out, and after which the devil cannot come in and work. അങ്ങനെ ജയാളികളായി തീരുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. Thus those who become overcomers of soul will not be harmed by the വളരെ second സൂക്ഷിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. During our conversation, we need to be highly watchful. ദൈവമക്കൾ വായി തുറക്കുമ്പോൾ സാത്താൻ അടുത്തുണ്ട്, അവൻ്റെ കയ്യിൽ റെക്കോർഡറും ഉണ്ട്. നാം പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. When the children of God open their mouths, the devil is also standing nearby. He keeps a recorder with him. Our entire conversation is recorded by him there. നിങ്ങളും ഞാനും സംസാരിക്കുന്ന വാക്കുകൾ അതേ വാക്കുകൾ തന്നെ പിന്നീട് അവൻ നമുക്ക് വിരോധമായി ഉപയോഗിക്കുകയാണ്.
The very words that we use during the course of a conversation are used by the devil against us. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാവ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും പറഞ്ഞു. 39 സങ്കീർത്തനം 1 വാക്യം. That Psalm 13 in the first verse we read that the psalmist says that I shall preserve my tongue, lest I would do evil with my tongue, and the wicked is before me, therefore I will preserve all my ways. നാം പോസിറ്റീവായി പറയുന്ന കാര്യങ്ങളെ സാത്താൻ ശ്രദ്ധിക്കുകയില്ല. നമ്മുടെ വായിൽ നിന്ന് നെഗറ്റീവായിട്ട് ഏതെങ്കിലും വന്നാൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അത് ഉപയോഗിച്ച് നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ആത്മാക്കളെയും നശിപ്പിക്കുവാൻ അവനത് ആയുധമാക്കി ഉപയോഗിക്കും. Our positive pronouncements will be ignored by the devil, but our negative articulations will be noticed by the devil. He will record them, he employ them against our domestic life, personal relationships, and all family members, in short, our spiritual life. ഒരു സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ സ്റ്റഡി തന്നെ സാത്താൻ ഏജന്റ് ഇല്ലാതാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറയും. So I heard of an event that is noted for the devil even destroyed even a Bible study of a particular congregation. ഒരു സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ബൈബിൾ സ്റ്റഡി നടന്നു. നല്ല ഉപദേശങ്ങൾ പഠിപ്പിച്ച് അനേക പുതിയ ആത്മാക്കൾ സഭയോട് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നു. In a blessed way, a Bible study was conducted in a church. Special doctrines were given, deepest truths were unraveled, and people were added into the church because of the blessings of the study. ഓരോ സമയത്തും ദൈവം ഓരോ കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക. So on different occasions, the Lord would employ different aspects for the same. നല്ല പ്രാർത്ഥന ആയിരിക്കും ചിലപ്പോൾ സഭയ്ക്ക് ഉപകാരമായി ഭവിക്കുന്നത്. On certain occasions, the strong prayer might be beneficial to the church. ചിലപ്പോൾ കാത്തിരിപ്യോഗമായിരിക്കും, മറ്റുള്ള സമയത്ത് ആരാധനയായിരിക്കും, മറ്റുള്ള സമയത്ത് ഏരിയ പ്രയർ ആയിരിക്കും സഭയുടെ വളർച്ചയ്ക്ക് ദൈവം ഉപയോഗിക്കുന്നത്. On another occasion it might be fast, it might be tiring prayer. At another occasion worship. On some other occasion area prayer. Something the Lord uses for the blessing. ചിലപ്പോൾ പരസ്യയോഗങ്ങളായിരിക്കാം, ലഘുലേഖ വിതരണമായിരിക്കാം, മറ്റേപ്പോൾ ഭവന സന്ദർശനമായിരിക്കാം വേറെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരുന്നത്. Sometimes open a meeting, sometimes a house visitation, sometimes distribution of tracts must be useful for the development of the progress of the ministry. സഭയുടെ വളർച്ചയ്ക്ക് ഏത് കാര്യമാണോ ഉപകരിക്കുന്നത് എന്ന് നോക്കി വെച്ചിട്ട് അത് ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ സഭയെ തകിടം മറിക്കുക എന്നതാണ് സാത്താൻ്റെ തന്ത്രം. Noticing what is the mode that is highly useful for the progress of the church, the devil is conspiring against the same. Somehow he is willing to overthrow the church by destroying the thing that is useful for the church. സഭയ്ക്ക് പ്രയോജനമായി തീരുന്നത് ഒരു ശുശ്രൂഷയാണെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക, വേലയ്ക്ക് അനുഗ്രഹമായി തീരുന്നത് ഒരു വിശ്വാസിയോ ഒരു ശുശ്രൂഷകനാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും തകിടം മറിക്കുക, ഇത് പിശാചിന്റെ ലക്ഷ്യമാണ്. If a service is useful to the church somehow or other, the devil wants to destroy it. Suppose a believer or a worker is highly useful for the growth of a church, he makes attempt to overthrow the same. ഒരു സ്ഥലത്ത് വേദപാഠ ക്ലാസ്സായിരുന്നു സഭയുടെ വളർച്ചയ്ക്ക് സഹായകമായിരുന്നത്. In a particular place, the Bible class was useful for the growth of that particular church. ഒരു സാത്താൻ്റെ ഏജന്റ് സഭയിലേക്ക് പുതുതായി കടന്നു വന്നു. The agent of the devil first time visited the church. ബൈബിൾ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് ബൈബിൾ ക്ലാസ്സിനെ വാനോളം അങ്ങ് പുകഴ്ത്തി. After attending the Bible study, he praised that study to the core. വചനം പഠിപ്പിക്കുന്ന വ്യക്തിയെയും വചനത്തെയൊക്കെ വളരെ പ്രശംസിച്ച് ആദ്യം പറഞ്ഞു. First he eulogized the person who shared the word of God, and after which the very message to the zenith. മുതിർന്നവരും ധാരാളം യൗവനക്കാരൊക്കെ സംബന്ധിക്കുന്നല്ലോ എന്ന് വളരെ അഭിനന്ദിച്ച് സംസാരിച്ചു. And he had applauded, saying that particularly youngsters and many elders take part in these studies. എന്നാൽ സഭയെ സ്നേഹിച്ചിട്ട് എന്ന വണ്ണം ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞു. But being a lover of the church, he came out with a small opinion. ഇവിടുത്തെ സംഗീത ശുശ്രൂഷ കൂടെ കുറച്ചുകൂടെ മെച്ചമായിരുന്നാൽ ഇത് സഭയ്ക്ക് വലിയ പ്രയോജനമായി തീരും. If you improvise the hymn service, this will be more useful to the growth of the church. സംഗീത ഉപകരണങ്ങൾ കൂടെ അത് ഉപയോഗിക്കുകയും
അത് പല ഉപകരണങ്ങൾ പഠിക്കുവാനായിട്ട് നമ്മുടെ യൗവനക്കാർ തയ്യാറായാൽ അത് ആരാധനയും മറ്റും വളരെ ആകർഷകമായി തീരും എന്നൊരു അഭിപ്രായം ഈ വ്യക്തി മുൻപോട്ട് വെച്ചു. So this person opined, if you employ musical instruments during the course of the service in order to train and practice the same, if you just appoint the youngsters, that will be a motivating force. സഭയിലെ പാസ്റ്റർക്കും വിശ്വാസികൾക്കും ഒരു നല്ല നിർദ്ദേശമായിട്ടാണ് തോന്നിയത്. That seemed to be a benevolent idea to the leader and the members of the church. ഒടുവിൽ വിവിധ ഉപകരണങ്ങൾ പഠിക്കുവാൻ താല്പര്യമുള്ളവരെ നോക്കിയപ്പോൾ പല കുഞ്ഞുങ്ങൾ യൗവനക്കാരും മുൻപോട്ട് വന്നു. Subsequently, as they made the hunting for the interested people to learn these music instruments, many children and youngsters came forward. ഈ നവാഗതൻ തന്നെ ഒരു നല്ല മാസ്റ്ററെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ സംഗീത ഉപകരണങ്ങൾ പഠിപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്തു. It is a new visitor himself. He arranged a good musician in order to give training to the youngsters. 7 മണിക്കാണ് ബൈബിൾ ക്ലാസ് തുടങ്ങുന്നത്. The Bible class would start at 7. അതുകൊണ്ട് കുട്ടികളെല്ലാം തന്നെ അത് 5:30 ആകുമ്പോൾ കടന്നു വരണം. 6:30 വരെ എല്ലാവർക്കും സംഗീതോപകരണങ്ങൾ പഠിപ്പിക്കാം എന്നായി. So it was announced that so the desired children should come at 5:30. After 6:30 we would be teaching these instruments. കുഞ്ഞുങ്ങൾ 5:30-ക്കല്ല 5 മണിക്ക് തന്നെ വരാനായിട്ട് തുടങ്ങി. അത് ഗിത്താറ്, വയലിന്, അതുപോലെ കീബോർഡ് തുടങ്ങി പല ഉപകരണങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. The enthusiasts started coming even at 5 o'clock. Guitar, violin, keyboard, such like instruments were taught there. കൃത്യം 6:30-ക്ക് പഠനമെല്ലാം തീർന്ന് 7 മണിക്ക് തന്നെ ബൈബിൾ ക്ലാസ് ഭംഗിയായി നടന്നു തുടങ്ങി. At 6:30 the music classes would be over. At 7 the Bible classes would commence. ക്രമേണ 5:30-ക്ക് തുടങ്ങുന്നത് 5:45-ന് തുടങ്ങാൻ തുടങ്ങി. അത് 6:45-ന് നിർത്താനായി. Gradually that is started delaying to 5:45 and extended up to 6:45. കുറെ കഴിഞ്ഞ് അത് 6 മണിക്ക് തുടങ്ങുകയും പഠനം തീരുവാൻ ഏറെക്കുറെ 7 ആകുകയും ചെയ്തു. After a short while that started at 6 and it was around about 7 that the music classes would come to an end. കുറെ മുൻപോട്ട് പോയപ്പോൾ 7 കഴിഞ്ഞും മുൻപോട്ടൊക്കെ ആയി പഠനം നിർത്തുവാൻ ബൈബിൾ ക്ലാസ് താമസിച്ച് തുടങ്ങാൻ തുടങ്ങി. As days passed by, the music classes would come to an end after 7, which necessitate the delay of the commencement of the Bible classes. എങ്കിലും യുവതലമുറ ഇത് അഭ്യസിക്കുകയും വേലയ്ക്ക് പ്രയോജനമായി തീരാനാണല്ലോ എന്ന് കരുതി അതെല്ലാം നീക്കി വെച്ച് മുൻപോട്ട് പോയി. ഒടുവിൽ ബൈബിൾ ക്ലാസ് 7:30-ക്ക് തുടങ്ങേണ്ട നിലയിലേക്ക് എത്തി. However, it was thought that everything is meant for the progress of the church. This is a motivation and driving force to the youngsters, and therefore it was delayed. Subsequently, the Bible classes would have to be started at 7:30. ഇതിനിടയിൽ നേരത്തെ വന്ന് ഈ സംഗീത അഭ്യസിച്ചതായ കുട്ടികൾ ചില അത്യാവശ്യം നിമിത്തം ബൈബിൾ ക്ലാസ്സിന് നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോകാൻ തുടങ്ങി. Meanwhile, some of the children who started practicing these instruments would say that time doesn't permit us to continue the Bible classes, and as soon as the music classes are over, they would go. അവരുടെ ചില മാതാപിതാക്കന്മാരും അവരെ കൊണ്ടുവരികയും അവരും ബൈബിൾ ക്ലാസ്സിന് മുമ്പായി അവരോടൊപ്പം വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. Even some of the parents would accompany them, and once the music classes were over, they would go with their children. അപ്പോൾ മനസ്സിലായല്ലോ, ക്രമേണ ബൈബിൾ ക്ലാസ് അസ്തമിച്ചു. So the sad fact is gradually the Bible classes were wounded up. ആ സഭയുടെ അനുഗ്രഹവും വളർച്ചയ്ക്കുള്ള വാതിൽ അതോടെ അടഞ്ഞു, നാമ്പ് നുള്ളി എന്ന് പറയാം. So the growth for the development of that evangelical work that came to an end, we can say that the bud was nipped. കാര്യങ്ങളെല്ലാം താറുമാറായപ്പോൾ വന്ന പുതിയ ആത്മാവിനെ കാണാനില്ല, പുള്ളി സ്ഥലം വിടുകയും ചെയ്തു. When everything got topsy-turvy, the new visitor was no more seen and everything was now out of order. സഭയിൽ നിങ്ങളായാലും ഞാനായാലും പുതിയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നല്ലതാണ്. അങ്ങനെ പരിഷ്കാരം വേണം, അതുകൊണ്ട് കൊള്ളാം, ഇങ്ങനെ ഇതാ കൊള്ളാം. പക്ഷേ സൂക്ഷിക്കുക, നിങ്ങളും ഞാനും ഒന്നും പിശാചിൻ്റെ ഒരു ഉപകരണമായി മാറരുത്. If it is I or you, whenever we come out with a new opinion, it's good. But the thing is that we must be watchful on the ground that we must not become the agents of Satan. കുളിപ്പിച്ച് കുഞ്ഞില്ലാതായി എന്ന ചൊല്ല് പോലെ
കാര്യങ്ങൾ പരിഷ്കരിച്ച് ഒടുവിൽ ദൈവികമായ അന്തസ്സത്ത സഭയ്ക്ക് നഷ്ടപ്പെടുത്തി പിശാച് അവൻ ലക്ഷ്യം നേടുവാൻ നമ്മൾ ആരും ഒരു മുഖാന്തരമായി ഭവിക്കരുത്. Painting and completely destroying the house finally. In the same way, and if we are doing something for the edification of the church and because of us, and these things should not be wound up. എപ്പോഴും പുതുതായിട്ടുള്ള അഭിപ്രായങ്ങളെയും പുതുതായി വരുന്ന സംവിധാനങ്ങളെയും വളരെ സൂക്ഷിക്കുക. അതൊരിക്കലും നമുക്ക് ഹാനികരമാകരുത്. Always the new ideas, the new suggestions, opinions should be looked into. That should not be harmful to us. നമ്മുടെ വേലയിൽ ചില അടിസ്ഥാനപരമായ ക്രമീകരണങ്ങളുണ്ട്. In our ministry, there are certain basic arrangements. അതൊന്നും തുടക്കത്തിൽ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിരുന്നില്ല. Initially, they did not seem to be good to me. ഞാൻ മുൻപോട്ട് വരുംതോറുമാണ് ഈ വേലയുടെ പല അടിസ്ഥാന പ്രമാണങ്ങളും എത്ര ദൈവത്താൽ ഇടപെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. But as I came forward, I could understand the foundation of this particular denomination is really set or laid with the Lord, and I was able to be aware of the same. നമ്മുടെ സഭയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരല്ലാതെ അവരുടെ സഭയിൽ ദൂത് നൽകുവാൻ വേറെ ആരെയും അനുവദിക്കാറില്ല. So except the consecrated workers of God in our church, none else is permitted to deliver the message. ഏത് പള്ളികളിലും സഭകളിലും ചെന്നാലും അതിഥികളായ ആരെങ്കിലും ചെന്നാൽ അവരെ പൊക്കിയെടുത്ത് ആ സഭയെ പുൾപ്പിറ്റിൽ കൊണ്ട് നിർത്തുകയും അവരും ഇടിച്ചു കയറിയും ചോദിച്ചും അവസരം ഉണ്ടാക്കി സഭയെ ഉപദേശിക്കുകയും ചെയ്യുന്ന പതിവാണ് കാണുന്നത്. When you go to a denomination or fellowship as a new visitor, they will welcome you and you will be accorded a rousing reception. You will be given the chance, and these people will sometimes willingly ask for chances. Some harder than they will deliver message. നല്ല ജീവിതത്തെക്കുറിച്ചും മറ്റും നല്ല പരിചയമുള്ള അവരവരുടെ സഭയിലെ ശുശ്രൂഷകനായിരുന്നാലും വേണ്ടില്ല, പല സഭകളിലും അഡ്രസ്സ് പോലും ഇല്ലാത്ത ആരെങ്കിലും ഒരു ദിവസം ഒരാൾ സഭയിൽ ചെന്ന് കയറി പ്രവാചകനോ പ്രാസംഗികനാണെന്ന് പറഞ്ഞ് അവർക്ക് വേദി ഒഴിഞ്ഞുകൊടുത്ത സ്ഥല ശുശ്രൂഷകൻ മാറിക്കൊടുക്കുന്ന പതിവാണ്. Sometimes the people who put a profound experience in the spiritual field, and he himself might be a famous eloquent preacher in the evangelical field. However, when a newcomer comes, and that man is not a reputed one, and they will just offer him the pulpit, these people will evade the ministries. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പലപ്പോഴും അതേ വചനത്തിൻ്റെ കൂട്ടുവിത്ത് സഭയിൽ വിതയ്ക്കപ്പെടുകയും മറ്റുള്ള സന്ദർഭങ്ങളിൽ കള വിതയ്ക്കുകയും ചെയ്യുക. On such occasions, in certain contexts only, sometimes the collective word of God is sown. At other occasions, along with that, weed is also sown. ചുരുക്കത്തിൽ പുതുമയ്ക്ക് അവസരം കൊടുത്ത് പുതിയ സംവിധാനങ്ങൾ വന്ന് വേലയുടെ അടിസ്ഥാനം ഇളക്കുവാൻ നാം പിശാചിനെ അനുവദിക്കരുത്. In short, novelty is given opportunity. Welcoming new trends and new ideas, we should not pave the way for shaking the foundation of our own fellowship. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ഈ വേലയിലാണ് വളർന്നു വന്നെന്ന് വരികിലും ഈ വേലയുടെ എല്ലാ ചിട്ടകളോടും ചട്ടങ്ങളോടും എനിക്ക് വേണ്ടത്ര യോജിപ്പില്ലായിരുന്നു. As I already mentioned, even though I was brought up in the same fellowship, initially I was not able to just accept or agree with all the rules and regulations and the framework of our own mission. പല സഭകളിലെയും പല കാര്യങ്ങളും കണ്ട് അതിൽ നിന്ന് സ്വീകാര്യമായ പലതും എടുത്ത് അല്പം പരിഷ്കാരം കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നല്ലതല്ലേ എന്നുള്ള പല അഭിപ്രായങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. Observing the measures of some of the denominations, at my heart I too accept them, saying, and why don't we collect such things from such denominations and introduce them to our own and make a new structure. പക്ഷെ നിഷ്പക്ഷമായ ഹൃദയത്തോടുകൂടെ കാലപ്പഴക്കത്തിൽ ഞാൻ പഠിച്ചപ്പോൾ ഈ വേലയുടെ അടിസ്ഥാനം കുറ്റമറ്റ അടിസ്ഥാനമാണെന്നും ഇതിനെ ഇനി പരിഷ്കരിക്കേണ്ട ആവശ്യമില്ലെന്നും എനിക്ക് ബോധ്യമായി. But in due course, in an unbiased attitude, when analyzed our own foundation, I could understand this is absolutely blameless and no need to make any amendment or correction to the foundation which had been set by our own forefathers. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ വിദഗ്ധന്മാരുടെ ഒരു കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്. Under the leadership of Dr. Ambedkar, an expert committee only framed the constitution structure. എന്നാൽ ഇതിനകം തന്നെ 50-60 വർഷത്തിനുള്ളിൽ തന്നെ 93-ലധികം തവണ ഭരണഘടനയ്ക്ക് ഭേദഗതിയും പുതിയ നിർദ്ദേശങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. But within a span of around about 60 years,
more than 93 times amendments were brought to this constitution. പക്ഷേ 80-ലധികം വർഷങ്ങളായി ഈ വേല പ്രവർത്തിക്കുന്നു. 93 3 ഭേദഗതി പോലും ഇതിന് വേണ്ടി വന്നിട്ടില്ല. But coming to our fellowship, it put up more than 80 years, not even 93, not 93, even 3 amendments we didn't put up. പാസ്റ്റർ പോളിന് ദൈവം കൊടുത്ത വെളിപ്പാടും പ്രകാരം ഈ വേലയ്ക്കിട്ട അടിസ്ഥാനത്തിൽ നിന്ന് യാതൊരു ഭേദഗതിയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കാലോചിതമായി പരിഷ്കരിക്കേണ്ടി വന്നിട്ടില്ല എന്നത് എന്നെ നിത്യേന അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. According to the revelation given to Pastor Paul, the foundation was laid to this mission. But even after nearly 80 years passed by, decades passed by, and we did not have to amend or correct or reform any of the things laid by the past. ഇന്നും ഭേദഗതി വരേണ്ട ആവശ്യമില്ലാത്ത വിധം 80-ലധികം വർഷങ്ങൾക്ക് മുൻപ് ദൈവത്താൽ ഇതിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും സഭയുടെ ഭരണ സംവിധാനങ്ങളും ആവിഷ്കരിക്കുവാൻ ദൈവ വിശുദ്ധനെ ഉപയോഗിച്ചതോർക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. When I think about the marvelous work of God, whereby even some 80 years ago the Lord used that saint of God to lay the foundation, the constitution, the bylaws, the statutes of this mission, thinking of the same, I marveled at. പെന്തക്കോസ്ത് മിഷന്റെ പല ക്രമീകരണങ്ങളും ഉപദേശങ്ങളും ചട്ടങ്ങളും ഒക്കെ അത് കാലപ്പഴക്കം ചെന്നതാണെന്നും ഒക്കെ പറഞ്ഞ് ചാടി തുള്ളി ചുറ്റും കറങ്ങിയവരെല്ലാം വാലെ കുത്തി വീണ് കിടന്നുകൊണ്ട് ഇപ്പോൾ കൊള്ളാവുന്ന ഒന്നോ പെന്തക്കോസ്ത് മിഷന്റെ അടിത്തറയാണെന്ന് സമ്മതിച്ചു തുടങ്ങിയിരിക്കുകയാണ്. There are people who said that the laws, the rules, the regulations, statutes of the Pentecostal mission are they all the old and conservative, and saying that and talking against this. Latter days they themselves tumbled down, and now they say this is supposed to be the best one. ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഈ വേലയുള്ള നല്ല അടിസ്ഥാനത്തിനും നല്ല ക്രമീകരണത്തിനും പരിഷ്കാരത്തിനൊന്നും നിങ്ങളും ഞാനും നിൽക്കാതെ ഇതനുസരിച്ച് പോയാൽ കർത്താൻ അവരെ നമുക്ക് പൂർണ്ണപ്പെട്ടെടുക്കപ്പെടാൻ കഴിയും. നമ്മുടെ വേല നിലനിൽക്കും. വേല ഇന്നുള്ളതിനേക്കാൾ അനേക മടങ്ങായി ഇനി വിശാലമാകും. Instead of standing fast for the reformation, renovation, amendment of the foundation laid for this one, we simply obey the same and build up your life in the fear of God, we can be taken up to the kingdom of God. ശുശ്രൂഷകരാലോ വിശ്വാസികളാലോ ഒന്നും ഈ കെട്ടുറുപ്പിനെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാചിന് ഇടം കൊടുക്കാതിരിക്കാനായി സൂക്ഷിക്കുക. We must be watchful lest by the believers who workers the foundation of this should be shaken. ഇങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ വേഷത്തിൽ വിവിധ തന്ത്രങ്ങളിൽ പിശാച് എങ്ങനെ പ്രവർത്തിക്കും നാം ചിന്തിച്ചു. അവന് വിരോധമായി നാം ഇതിനെ ജയിക്കുവാൻ കരുതിയിരിക്കേണ്ടതായ ആയുധങ്ങളിൽ മുഖ്യമായതുണ്ട്. Thus in different forms and different forum and different devices the devil may come and not come to the church and issue the people, against whom we have to apply many weapons, of which one is most important. അതിൽ ഒന്നാമത്തേത് യേശുവിൻ്റെ നാമം, of which the first one is the name of Jesus. ലൂക്കോസിന്റെ വിശേഷം 17-ാം അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, coming to Luke's Gospel chapter 10 verse 17. And the 70 returned again with joy, saying, Lord, even the devils are subject unto us through thy name. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. Lord, even the devils are subject unto us through thy name. നിന്റെ നാമത്തിൽ, through thy name. നാമമാണ് ഏറ്റവും വലുത്. The name is the most important weapon. സാത്താനെതിരെ ദൈവമക്കൾ ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം യേശുവിൻ്റെ നാമം. The mightiest weapon that can be employed against the devil by the children of God is the name of Jesus. നമ്മുടെ അധരങ്ങളിൽ യേശു എന്ന നാമം എപ്പോഴും ഉണ്ടായിരിക്കണം. In our lips we must always mutter the name of Jesus. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, coming to the epistle of Ephesians chapter 1, യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ട് വിളിക്കപ്പെടുന്ന സകല നാമത്തിന് അത്യന്തം മീതെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. We read, Lord Jesus Christ is set above all names that could be called under the sun. അഥവാ ഒരു വിശ്വാസിയെ ദൈവം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച എല്ലാ നാമത്തിനും മേലായി ഇരുത്തിയിരിക്കുകയാണ്. In other words, the Lord raises a believer and places him with the Lord Jesus Christ above every name. ഈ വാഴ്ചകൾ, അധികാരങ്ങൾ, ഇതൊക്കെ അതെ നമുക്ക് കീഴെ
നാം അതിന് മീതെ സ്വർഗ്ഗത്തിലിരുത്തപ്പെട്ടിരിക്കുന്നു. These principalities and powers are below us, and we are placed in heaven above them. അതുകൊണ്ട് നാം മുകളിലിരുന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കീഴെയുള്ള ഈ ശക്തികളോട് കൽപ്പിക്കുന്നവരായിരിക്കണം, ആജ്ഞാപിക്കുന്നവരായിരിക്കണം. Therefore, always we must be above, and we must be in the spirit command to these powers which are below us. ആ വലിയ രാക്ഷസനായ ഗോലിയാത്തിന് മുൻപിൽ ചെന്ന് കൊച്ചു പയ്യനായ ദാവീദ് ഇങ്ങനെ മുകളോട്ട് നോക്കി പറഞ്ഞതുപോലെയല്ല. It is not like the small lad David moving into Goliath, the great giant, look at his face and is saying, നാം ഏറ്റവും മുകളിലിരുന്നുകൊണ്ട് എല്ലാ വാഴ്ചകളെ അധികാന്തകാല ശക്തിയുടെ കീഴെയാണ്, കീഴോട്ട് നോക്കി നമ്മൾ കൽപ്പിക്കണം യേശുവിൻ്റെ നാമത്തിൽ. it is from above, and we have to look below where all the principalities and powers, and we have to command unto these powers in the name of Jesus. യേശുവിൻ്റെ രക്തമാണ് മുഖ്യ ആയുധങ്ങളിൽ മറ്റൊന്ന്. Another mightiest weapon is the blood of Jesus. യേശുവിൻ്റെ രക്തം എന്ന് നാം വായ് കൊണ്ട് ഉച്ചരിക്കണം. We must pronounce, utter with our mouth the blood of Jesus. യേശുവിൻ്റെ രക്തത്തിൽ നാം നിർണായക സമയങ്ങളിൽ ആശ്രയിക്കണം. It is in crucial moments we must trust on the blood of Jesus. മറ്റൊരു ആയുധമാണ് ദൈവവചനം. Yet another weapon is the word of God. വചനം മനഃപ്പാഠമായി പഠിക്കുകയും വചനം അവസരത്തിനൊത്തവണ്ണം വാഗൊണ്ട് ഉരുവിടുകയും വേണം. Learning the word of God by heart opportunistically, we have to just mumble them. വിശിഷ്യ ഏതെങ്കിലും ഒരു കാര്യത്തോട് നാം പോരാടി പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. Particularly for any matter, if we strive in praying, we have to recite the word of God and pray. മറ്റൊരു പ്രധാന ആയുധമാണ് സ്തുതി. Another strong weapon is praise. ഈ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, ദൈവത്തിൻ്റെ വചനം, സ്തുതി, ഇത് മുഖ്യ ആയുധങ്ങളാണ്. The name of Jesus, the blood of Jesus, the word of God, and the praise of God, they are the mightiest weapons. A singing heart and a praising lips will keep devil away. See, a singing heart and a praising lips will keep the devil away. എപ്പോഴും നമ്മുടെ ഹൃദയം പാടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കും. Always we must be in an experience where our heart is praying. നമ്മുടെ അധരങ്ങൾ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. Always our lips must be praising God. ഒരു പാസ്റ്റർ ഇങ്ങനെ പാടുന്നതിനാൽ സാത്താനെ ജയിച്ചതിനെ കുറിച്ച് ഇങ്ങനെ പറയും. It is read that a pastor, as he used to sing praises of God, and thereby he overcame the devil. അത് താൻ ദൈവത്തെ സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നതിനാൽ പിശാചിനൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. As he praised singing God, the devil could not do anything against him. അതുപോലെ ഒരു യാത്രാമധ്യേ ശത്രുവിൻ്റെ പോരാട്ടം ഉണ്ടായപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച സമയത്ത് ശത്രു തോറ്റുപോയി. In the same way, when a person was in the midst of a journey and he was in the midst of a crisis and he just mumbled, trusted upon the blood of Jesus, there he overcame. യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ രക്തവും ഒരു വിശ്വാസം ഉച്ചരിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് തീ പുറത്തോട്ട് വരും. When a believer utters the name of Jesus and the blood of Jesus, fire comes out of his mouth. ദൈവത്തിൻ്റെ വചനം വായ്കൊണ്ട് നാം ഏറ്റുപറയുമ്പോൾ നാം പറയുന്ന വചനം പോലെ കാര്യങ്ങൾ സംഭവിക്കും. When we repeat the word of God through our lips, according to our articulation, things materialize. സാത്താൻ ഉറങ്ങുന്നില്ല. The devil doesn't sleep. അവൻ തൻ്റെ ഏജന്റുമാരോട് പറയുന്നത് സമയമില്ല, ധൃതി വെച്ച് പ്രവർത്തിക്കണമെന്ന്. To his agents he directs, there's no more time, therefore make haste in your work. തനിക്ക് സമയമില്ല എന്ന് പിശാച് അറിയുന്നു. ദൈവമക്കളായ നാം നമ്മുടെ മുൻപ് അധികം സമയമില്ല എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. The devil knows fully well that there's not much time before him, but we claim to be the children of God. We do not distinguish this fact. ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസിയുടെ ഒരു ദർശനം. 4 years ago, a believer had a vision. സ്വപ്നത്തിൽ നോക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ചില ദുഷ്ടി ആത്മാക്കൾ മുകളിലേക്ക് വരുന്നു. In the dream, some evil spirits came from the yonder part of the earth upon the earth. വെള്ളത്തിനടിയിൽ നിന്ന് കുമള വരുന്നത് പോലെ പാതാളത്തിൽ നിന്നല്ല അന്ധകാര ശക്തികൾ മുകളിലോട്ട് വരികയാണ്. Like bubbles coming out to the water from the hell, some devilish forces, spirits were coming up. വളരെ സ്പീഡിൽ, വളരെ തിരക്ക് കൂട്ടിയാണ്. And they were accelerating their speed. ഈ ദർശനത്തിൽ വിശ്വാസി ചോദിച്ചു പോലും, നിങ്ങൾ ഇത്ര ധൃതി പിടിച്ച് അങ്ങോട്ടാ? In the dream, the believer asked, why do you make haste?
ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാറായി. ക്രിസ്തുവിനെ അവരെ എടുക്കപ്പെടുന്നതിന് തടയുവാനായി ഞങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. The reply was, the church of God is about to be taken up and we are hurrying up not to block that rapture. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കാഴ്ചയാണിത്. So that's a vision that took place years ago. കർത്താവിന് വരെ അടുത്തു വന്നു സഭ എടുക്കപ്പെടാറായി എന്നുള്ളതായ ഉൾബോധം സഭയ്ക്കില്ലാതെ പോയാലും പിശാചിനും. Even though the church lacks the instinct that the coming of the Lord is very nigh and the church is going to be taken up, the devil has that fear and instinct. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, That's why in the epistle to Ephesians, Saint Paul says, ബുദ്ധിഹീനരാകാതെ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. so do not be foolish and use the time in the proper way. അതിൻ്റെ ഒരു ഭാഷാന്തരത്തിൽ ആ സമയം വിലയ്ക്ക് വാങ്ങണമെന്ന്. In one translation, buy the time. നാം ആ സമയത്തെ വിലയ്ക്ക് വാങ്ങുന്നവരെ പോലെയാകും. We must be like the set of people who buy the time for a price. ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ലഭിക്കുന്ന അവസരം ഏത് വില കൊടുത്തും വാങ്ങുന്നവരാണ്. The occasions when one can receive spiritual blessings should be bought at any cost. വിശുദ്ധീകരണത്തിനും കർത്താവിനും ഒരുങ്ങുന്നതിനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ എന്ത് വില കൊടുത്തും വാങ്ങുന്നവരാണ്. The opportunities that are available for our sanctification and prepare ourselves for the coming of the Lord, we must be prepared to buy at any cost. എന്നാ പൊതുവെ എല്ലാവരും വെറുതെ കിട്ടുന്ന മാത്രം വാങ്ങിക്കാനിരിക്കുകയാണ്, വില കൊടുക്കാൻ തയ്യാറല്ല. Today people are prepared to buy freebies, not prepared to offer price. എന്നാൽ ആത്മീയ അവസരങ്ങൾ എന്ത് വില കൊടുത്ത് വാങ്ങിയെങ്കിൽ മാത്രമേ നാം ബുദ്ധിമാന്മാരാകൂ, വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ. But if we extend the highest price to buy the spiritual opportunities only will be taken up at the coming of the Lord. ചുരുക്കത്തിൽ സഭയോട് പറയുന്ന എന്താണ്? In short, what is the message to the church? നിങ്ങൾ ജയാളികളായി തീരണമെങ്കിൽ പിശാച് വേഷപ്രച്ഛന്നനായി വരുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞ് അവന് ജയിക്കുവാൻ കഴിയണം. In order to be overcomers, when the devil comes in disguise, you have to identify him and overcome him. നാം അവനെ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ അവൻ തോൽവി സമ്മതിക്കും. When the devil knows that we have identified him, he will accept his defeat. നാം അവനെ തന്ത്രങ്ങളെ മനസ്സിലാക്കി എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ അവൻ ഓടിക്കളെ. When he understands that we could identify his devices, he will flee away from us. വിവിധാവേശത്തിലും ഭാവത്തിലും അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ ജയാളികളായി തീരുമെങ്കിൽ നമ്മൾ സർദീസിലെ സഭയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കും. If we become overcomers by identifying the devil and his devices that take shape in any shape and form, by taking a device and overcome, we'll be able to get the promise, the reward that is promised unto the church of Sardis.